ഞങ്ങളുടെയൊക്കെ കരഘോഷത്തോടു കൂടി കുന്നമംഗലം സ്വദേശിയായിട്ടുള്ള ഭവനേഷ് സാറിന് അപ്കമിങ് CTC ലീഡറും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. പരിചയപ്പെടുത്തി, ഭവനേഷ് കുന്നമംഗലത്താണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നതിന് ശേഷം ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ എന്തെങ്കിലും പറയാം. തീർച്ചയായിട്ടും അത് നമുക്ക് അറിയാവുന്ന ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. ചിലപ്പോൾ എന്നേക്കാളും വേഗത്തിൽ ഈ ബിസിനസ് കൊണ്ടുപോകാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറ്റുമെന്ന് 100% ഉറപ്പാണ്. കാര്യം എന്നെ സംബന്ധിച്ച് വലിയ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഞാൻ എൻ്റെ 26-ാം വയസ്സ് വരെ ഞാൻ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് താമസം. അതായത് കുറച്ചു കാലം കോഴിക്കോട്, കുറച്ചു കാലം തമിഴ്നാട്ടില്, കുറച്ചു കാലം കർണാടകയിൽ. അപ്പോൾ അവസാനം ഞാൻ കൊച്ചിയിലാണ്. 26-ാമത്തെ വയസ്സിൽ എറണാകുളത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയാകുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തോട്ട് വരുന്നത്. ബന്ധങ്ങളിലാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ്. പക്ഷെ വന്ന ആളുകളുടെ ബന്ധങ്ങളിലൂടെ പോകാനും വന്ന ആളുകളെ കെയർ ഓഫ് പോകാനും അത് വളരെ സഹായിച്ചു. അപ്പോൾ അതുവഴി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതിലെല്ലാവർക്കും വിജയമുണ്ട്. പക്ഷെ നമുക്ക് നല്ല ക്ഷമയുണ്ടെങ്കിൽ വിജയമുണ്ട്. അപ്പൊ ഏതായാലും നന്ദിയുണ്ട് എല്ലാവരും ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞ് അല്ലെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. ഇനിയാണ് അംഗം തുടങ്ങേണ്ടത്. ഓക്കെ, പെരുന്നാളൊക്കെ കഴിഞ്ഞ് തിരക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി അംഗം തുടങ്ങണം. കാരണം ആ തിരക്കിൽ എന്തായാലും നമ്മൾ ആ വിശ്വാസമായ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നോമ്പെടുത്തുകൊണ്ട് നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് നല്ല വെയിലായിരുന്നു ഈ പ്രാവശ്യം. നല്ല വെയിലായിരുന്നു. അപ്പൊ ആ വെയിലത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ദാഹിക്കുന്ന ഉറപ്പാണ്. ജസ്റ്റ് പുറത്തിറങ്ങിയാൽ തന്നെ വേർക്കുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിലും പിടിവിടാതെ ഈ ബിസിനസ്സിൽ താഴെ പോകാതെ ബിസിനസ് ചെയ്തു. വളരെയേറെ സന്തോഷം. അപ്പൊ ഏതായാലും അതിനേക്കാളും ഒരു ഡബിൾ ഗ്രോത്ത് നമുക്ക് ഈ വരുന്ന ആഴ്ച മുതൽ ഉണ്ടാക്കാൻ കഴിയണം. ഇപ്പൊ മന്ത്ലി കട്ട് ഓഫിന്റെ ആദ്യ ആഴ്ചയാണ്. നമുക്ക് ഫസ്റ്റ് വീക്കല്ലേ തുടങ്ങാൻ പുതിയ മാസം തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന ഒരു മാസം കൃത്യസമയത്താണ് പെരുന്നാൾ കഴിഞ്ഞത്. പിന്നെ അടുത്ത 4 ആഴ്ചകളാണ് പുതിയ മാസം. മെയ് 3-ാം തീയതി നമ്മുടെ മന്ത്ലി കട്ട് ഓഫ്. ആ മന്ത്ലി കട്ട് ഓഫിനുള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. ഏതായാലും ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് എന്റെ 17 കറക്റ്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഞാൻ കാലുവെക്കുന്നത് എന്റെ 17-ാമത്തെ വയസ്സിലാണ്. +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത്. സെയിം മൈലേജ് സ്റ്റൈലിന്റെ മദർ കമ്പനി. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളെ പറ്റി എനിക്ക് ഒരുപാട് പരിചയമില്ല. കാരണം ഞാൻ ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്തതല്ല. ഞാൻ ആകെ മൈലേജ് സ്റ്റൈലിന്റെ മദർ കമ്പനിയിലും മൈലേജ് സ്റ്റൈലും മാത്രമാണ്. മൈലേജ് സ്റ്റൈലിന്റെ മാനേജറിനോടൊപ്പമാണ് നമ്മൾ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കമ്പനിയിൽ അതിയായ വിശ്വാസമുണ്ട്, വളരെ വിശ്വാസമുണ്ട് ഈ കമ്പനി മാനേജ്മെന്റ്. ഈ ബിസിനസ് 17-ാമത്തെ വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 2-3 വർഷം ശക്തമായിട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ 10-ാം ക്ലാസ് നല്ല മാർക്കോട് പാസ്സായതാണ്. പക്ഷെ +2 എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്റെ സിസ്റ്ററിന്റെ കല്യാണമായിരുന്നു. കാരണം വീട്ടിൽ വേറെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് അമ്മേനെ സഹായിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടൊക്കെ ഞാൻ പഠനം പാതി വെച്ച് അങ്ങ് നിർത്തി. അപ്പൊ പഠനം പാതി വെച്ച് നിർത്തിയതും വളരെയേറെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ തുടരാൻ സാധിച്ചത് മൈലേജ് സ്റ്റൈലിന്റെ മദർ കമ്പനികളുണ്ട്. കാരണം 3 വർഷം +2 പഠനത്തോടൊപ്പം തന്നെ ഈ ബിസിനസ് ചെയ്തപ്പോൾ ശരിക്കും ഞാൻ അറിഞ്ഞില്ല, ശരിക്കും നമുക്കൊരു MBA കാരന്റെ പവറാണ് കിട്ടിയത്. പിന്നെ ഞാൻ മനസ്സിലായത്. കാരണം 3 വർഷം ഈ ബിസിനസ് ഫീൽഡ് വർക്കായിട്ടും സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ആയിട്ട് 17, 18, 19 വയസ്സുകൾ വർക്ക് ചെയ്തപ്പോൾ 3 കൊല്ലത്തെ ഡിഗ്രി കൃത്യം 3 വർഷം 2011 ഗവൺമെന്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ബാൻ ചെയ്യപ്പെട്ട സമയത്ത് നമ്മൾ വിചാരിച്ചു നാട്ടുകാർ പറയും പോലെ ഇതൊരു തട്ടിപ്പ് പരിപാടി തന്നെയായിരുന്നു എന്ന് വിചാരിച്ച് നമ്മളും ഈ പരിപാടിയിൽ നിന്ന് വിട്ട് വേറെ ജോലിക്ക് പോയി. പക്ഷെ ഇതിനെ പൂർണ്ണമായിട്ട് അറിയുന്ന ബെല്ലി സാറെ പോലത്തെ ലീഡേഴ്സ് ശക്തമായി സമര പോരാട്ടങ്ങൾക്ക് ഇറങ്ങി. നമ്മൾ പ്രായം ചെറുതും ആദ്യം കയറിയ സംരംഭമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പേടിച്ചു പോയി. പക്ഷെ പിന്നീടാണ് ഇവരുടെ ഈ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കാണാനിടയായത്. അതിനുശേഷം നിയമം വന്നപ്പോഴും നമുക്ക് പേടിയായിരുന്നു. 2015 നിയമം വന്ന സമയത്ത്, കൃത്യം നിയമം വന്ന സമയത്ത് തന്നെ ID തന്നു. ID കിട്ടിയപ്പോൾ ഞാൻ പറയൂ താല്പര്യമില്ല.
2015 2016 അങ്ങനെ 2017 തുടക്കത്തിൽ ഇത്തിരി താല്പര്യം വന്നു. എന്നാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആ സമയത്ത്. മൈലേജിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പണി കേരള കമ്പനിയുടെ കേരള ഹെഡ് എന്നുള്ള ഉത്തരവാദിത്തത്തിലാണ് നിൽക്കുന്നത്. ഒരു 10-60 രൂപ ശമ്പളവും എല്ലാം കൂടി 10-80,000 രൂപ എടുത്ത് എല്ലാം കൂടി ഉണ്ടാവും. നമുക്ക് അതിന്റെ ട്രാവലിംഗ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്റെ ഡ്യൂട്ടി. അതായത് വെസ്റ്റേൺ എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് കമ്പനിയാണ്. ഫസ്റ്റ് ഞാൻ തൃശ്ശൂർ ജില്ലയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ 2-3 തവണ ഫസ്റ്റ് ബെസ്റ്റ് പെർഫോമർ ആയത് അടിസ്ഥാനത്തിലാണ് കമ്പനി ഡയറക്ടറിനെ നമുക്ക് അതിനൊരു ഉത്തരവാദിത്വം തന്നു. ആ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കേരളത്തിൽ മൊത്തം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ആ ജോലി കിട്ടുന്ന സമയത്ത് ആ സാലറി ക്ലിയർ ആക്കി തന്നത് ധനീഷ് മാറാണ് സാർ. ധനീഷ് മാറൻ സാറോടാണ് ചോദിച്ചത്, സാർ ഇങ്ങനെ കമ്പനി ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ നല്ലൊരു ഓഫർ കിട്ടി നിൽക്കുന്ന സമയത്താണ് ധനീഷ് സാറും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞ സർക്കാരും താല്പര്യമില്ല. അങ്ങനെ 2017 ചെറുങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ തുടങ്ങാൻ കാരണം എന്റെ കല്യാണം നവംബർ 17 2017 നവംബറിലാണ്. അപ്പൊ കല്യാണം മുമ്പിൽ വരുന്ന സമയത്തേക്ക് തോന്നി ഇത് ഓരോ ജില്ലയിലാണ് എന്റെ വർക്ക് വരുന്നത്. നമുക്ക് വീട്ടിൽ അടങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കുന്ന ഒരു ജോലിയാണ് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്ന പ്രവൃത്തിയാണ് പാർട്ട് ടൈം ആയിട്ട് പ്രവൃത്തിയോടൊപ്പം തന്നെ നമ്മൾ തുടങ്ങി. ജോലിയോടൊപ്പം തുടങ്ങി. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം സ്ഥലത്ത് അടങ്ങി നിൽക്കാത്തതുകൊണ്ട് നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. കുറെ സ്ത്രീകളായി, ലീഡേഴ്സും ഇല്ല, ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഇല്ല. ലീഡേഴ്സ് കോഴിക്കോടാണ്, ഞാൻ എറണാകുളത്ത്. അപ്പൊ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാവേണ്ടി വന്നു. അങ്ങനെ ബ്രോൺസും സിൽവറും സ്റ്റാറും റൂബിയും ഒക്കെ അങ്ങനെ ഘട്ടമായിട്ട് കടന്നുപോയി. അന്നൊക്കെയുള്ള പ്രവർത്തന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലിൽ നമ്മുടെ നമ്പർ എഴുതിയിട്ട് നമ്മൾ അറിയാത്ത ആളുകളാണല്ലോ എറണാകുളത്തുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൊടുക്കും. ആ കൊടുക്കുന്ന കൂട്ടത്തിൽ ആ പ്രൊഫഷണൽ സ്ഥലങ്ങളിലും പോയി അതുവഴി ഓർഡർ വന്ന് അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ആ സമയത്ത് വന്നത്. കാരണം നമുക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ അറിയുന്ന ആളുകളൊക്കെ സാധനം മേടിച്ചു. ഇങ്ങനെ ഒരു ടൈമായിരുന്നു നമ്മുടെ തുടക്ക സമയത്ത് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് കേരളത്തിൽ നമുക്ക് എറണാകുളത്ത് മാത്രമേ ഓഫീസുള്ളൂ, വേറെ കോഴിക്കോടൊന്നും ഓഫീസില്ല. അപ്പോൾ കോഴിക്കോട്ടുള്ള നമ്മളെ ടീംസ് ഒക്കെ പൈസ എനിക്ക് അങ്ങോട്ട് അയച്ചിരുന്നു. ഞാൻ അവിടെ ഓഫീസിൽ സാധനം എടുത്തിട്ട് ഒരു സമയത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മംഗലാപുരത്തൊക്കെ പോയി സാധനം എടുത്തു കൊണ്ടുവന്ന് നമ്മൾ കോഴിക്കോട് ബിസിനസ് ചെയ്യുന്ന സമയം ഇവിടുത്തെ PUCC കൗണ്ടറുകൾ അങ്ങനെ സംവിധാനങ്ങളൊന്നുമില്ല. അതുപോലെ ന്യൂസ് ചാനൽ സാധനങ്ങളൊന്നുമില്ല, റേറ്റ് കുറഞ്ഞ സാധനങ്ങളൊന്നും ആ സാധനങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ നിന്നാണ് ഡൽഹി സ്റ്റാറുവരൊക്കെ ബ്രോൺസും സ്റ്റാറും റൂബിയും കോർഡിനേറ്ററൊക്കെ ആവുന്നത്. അന്ന് വെച്ചാൽ ആരും ഈ നെഗറ്റീവ് വളരെ നെഗറ്റീവുമാണ്, എല്ലാം തട്ടിപ്പാടുന്ന. ഇന്നിപ്പോ ഒരുപാട് അച്ചീവേഴ്സിനെ കാണിച്ചു കൊടുക്കാണ്ട് അച്ചീവേഴ്സിനെയും കാണിച്ചു കൊടുക്കാൻ വലിയ ഇല്ലാത്തതുകൊണ്ട് അതും നെഗറ്റീവ് മാർക്കറ്റ് ഭയങ്കര ടൈറ്റാണ് മാർക്കറ്റ്. അപ്പൊ അങ്ങനത്തെ ടൈറ്റ് മാർക്കറ്റിൽ നിന്ന് ഒരു വർഷം എടുത്തു ടീം കോർഡിനേറ്റർ ആയി കിട്ടാൻ. ഒരു കൊല്ലമായി ടീം കോർഡിനേറ്റർ ആവാനുണ്ട്. അപ്പൊ ഒരു കൊല്ലത്തെ വരുമാനം 30,000 രൂപ. ബിസിനസ് തുടങ്ങി ആദ്യത്തെ ഒരു വർഷത്തെ വരുമാനം 30,000 രൂപ. അങ്ങനെ TC ആയപ്പോൾ മനസ്സിലായി നടക്കൂല, ഇനി അവിടെ നിന്ന് നടക്കൂല, ഇനി കോഴിക്കോട്ടേക്ക് പോകണം. അങ്ങനെ ജോലി പത്തൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഇൻകം വേണം എന്തായാലും. കാരണം 2 കുടുംബം നോക്കുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. കാരണം കല്യാണം കഴിച്ച ഫാമിലി, ഭാര്യയും കൊച്ചുണ്ട്. ഇവിടെ അമ്മ, എൻ്റെ ഒരു പെങ്ങളുണ്ട്, അച്ഛൻ്റെ പെങ്ങളുണ്ട്. അവരൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുമാനം കൂടിയ തീരും എന്ത് ചെയ്യും, ഒരു രക്ഷയില്ല. അങ്ങനെ ടീം കോർഡിനേറ്റർ ആയ സമയം ഫുൾ ടൈം കരിയറായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച സമയം ഒരു കൊല്ലത്തെ വരുമാനം 30,000. ഒരു മാസം 30,000 കിട്ടിയാൽ തികയാത്ത സമയത്താണ് ഒരു കൊല്ലം 30,000 കിട്ടിയ പണി ഫുൾ ടൈം ആയി ചെയ്യാൻ. അങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ വേറെ ഒരു രക്ഷയില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. കാരണം ഞാൻ ഈ ബിസിനസ് മനസ്സ് കണ്ടുകൊണ്ട് തന്നെ ജോലി റിസൈൻ ചെയ്യുന്നു. ആ ജോലി റിസൈൻ ചെയ്ത് ഞാനൊരു യൂബർ ടാക്സി ഓടിക്കുന്നു എറണാകുളത്ത്. യൂബർ ടാക്സി ഡ്രൈവറായിട്ട് ഓടിച്ചുകൊണ്ടാണ് ഈ ബിസിനസ് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. റൂബി എന്ന് പറയുന്ന റാങ്കിൽ തന്നെ കല്യാണം, എല്ലാം കൂടെ നല്ല രസമായി. അവസാനം ജോലി വിട്ടതും ഓരോ ഒടിച്ചതും മൈലേജ് വന്നതും എല്ലാം കൂടെ ഞാൻ വിചാരിച്ചു പെട്ട് ഒരു അനക്കം മുന്നോട്ട് പോകില്ല, പണി നിർത്തി വേറെ പരിപാടിക്ക് പോകാൻ നല്ലത് 100 വട്ടം തോന്നി ഈ ബിസിനസ് നിർത്തിപ്പോവാൻ. ഈ നിർത്തിപ്പോകാൻ തോന്നുന്ന സമയത്തൊക്കെ ഞാൻ വായിച്ചൊരു പുസ്തകത്തിലുണ്ട്, ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടുന്നത് വിജയത്തിന് തലേനോക്കാം. ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത് വിജയത്തെ തലേനോക്കായിരിക്കും. അത് തോന്നിപ്പിക്കും, ഭഗവാൻ തോന്നിപ്പിക്കും. നമുക്ക് അർഹതപ്പെട്ടവനാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പഠിച്ചൊന്ന് പരീക്ഷിക്കും, അർഹതപ്പെട്ടവരാണോ. അപ്പൊ ഈ വാചകം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നിർത്താൻ തോന്നില്ല. ഒന്നുകൂടി പോയി വയ്ക്കാലും, നാളെ വിജയിച്ചാൽ ഒന്നുകൂടി പോയി വയ്ക്കാലും. അങ്ങനെ ആ ഒരു പ്രതീക്ഷയുടെ തിരി കെട്ടുപോകാതെ കൊണ്ടുപോയതാണ് ഇന്നത്തെ സക്സസിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ കാരണം 100 വട്ടം തോന്നിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
ആ സമയത്ത് ടീം കോർഡിനേറ്റർ ആയ സമയം വൈഫ് പ്രഗ്നന്റ് ആയി. അവിടെ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കം കൊച്ചി നിൽക്കുന്ന സമയത്ത് ഫ്ലാറ്റ് റെന്റ്, ജോലി ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായിട്ട് പോയതാ. ആ റെന്റ് ബുദ്ധിമുട്ടായി, മൊത്തം പ്രശ്നം. നേരെ എറണാകുളത്ത് നിന്ന് നേരെ കോഴിക്കോട് പോകാനുള്ള തീരുമാനമായി. അമ്മയും പെങ്ങളും എറണാകുളത്തുണ്ട്, അവരെ വേറെ സ്ഥലത്ത് സെറ്റ് ചെയ്തു. ഞാൻ നേരെ എറണാകുളത്ത് വൈഫ് ഹൗസിലേക്ക് നേരെ താമസം മാറ്റി. വൈഫ് ഹൗസിൽ നിൽക്കാനുള്ള മടി കൊണ്ട് ധനീഷ് മദൻ സാറിന്റെ വീട്ടിലേക്ക് താമസം. ഭാര്യ വിട്ടും, ഞാൻ ധനീഷ് സാറിന്റെ വീട്ടിൽ. എനിക്കൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ, ബിസിനസ് ബിൽഡ് ചെയ്യണം. ഇന്നത്തെ പ്രശ്നമൊന്നും നാളൊക്കെ ശരിയാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി ധനീഷ് സാറിന്റെ വീടിന്റെ താഴത്തൊരു മുറിയിൽ താമസം. സാറിന്റെ ബൈക്ക് യൂസ് ചെയ്യുക, ബൈക്കിൽ ഉണ്ടായിരുന്നില്ല, കാരണം ബൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പൊടി പ്രശ്നം, പൊടി അലർജി. കാർ ഓടിക്കുമ്പോൾ ഞാൻ മാസ്ക് ഇട്ടാ കാർ ഓടിക്കുക. കമ്പനിയുടെ വക കാറൊക്കെ ഉണ്ട്, പക്ഷെ കാറൊക്കെ പോയി. കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യ വീട്ടുകാർ ആ കാറൊക്കെ കണ്ടിരിക്കുന്നു. ഓരോ വിചാരം അതിന്റെ കാറാണ്, കമ്പനിയുടെ കാറ്, കമ്പനിയുടെ ഫ്ലാറ്റൊക്കെ റൂമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് കല്യാണം, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചതാണ്. അപ്പോ അവൻ എറണാകുളത്തൊക്കെയാണ്, ഓക്കെയാണെന്ന് പ്രതീക്ഷയിലാണ് അവര് പെണ്ണ് വന്നത്. പക്ഷെ നേരെ ഭാര്യയ്ക്കെല്ലാം അറിയാം, വളരെ സാധാരണ ഏറ്റവും സാധാരണ നമ്മൾ വരുന്നു. അതൊക്കെ താളം തെറ്റിപ്പോയത് അച്ഛൻ നമ്മുടെ ഒരു വയസ്സുള്ള സമയത്ത് അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയ ഒറ്റ കാരണം കൊണ്ടാണ് ജീവിതം താളം തെറ്റിപ്പോയി. ഒന്നും പിന്നെ ഓർഡറിലല്ല പോകുന്നത്, എല്ലാം ഒരു കോർത്താണ്. നല്ലൊരു വീടും സ്ഥലവും വിറ്റിട്ടാണ് പെങ്ങളെ കല്യാണം കഴിച്ചു. ആ കല്യാണവും സക്സസ് ആയില്ല. അപ്പൊ അതൊക്കെ വീണ്ടും പ്രയാസങ്ങളിലേക്ക്. അങ്ങനെയാണ് കുറച്ച് ദൂരത്തേക്ക് താമസം മാറ്റിയത്. അതെന്തായാലും വാടകയ്ക്കാണ്. പിന്നെ അത് നല്ല രക്ഷപ്പെടാവുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എറണാകുളത്തേക്ക് താമസം മാറ്റി. രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ലൈഫ് ചെയ്യുന്നത് പോലെ കയ്യും കാലും ഇട്ട് നമ്മൾ മേടിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ ബിസിനസ്സിൽ വരാനും. ഈ ബിസിനസ്സിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, വിജയിച്ച ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്യും, അവർ കൈപിടിച്ച് ഉയർത്താൻ നോക്കും. അതേപോലെ അസോസിയേറ്റ്, അവരും നമ്മളെ വിജയത്തിന് വേണ്ടി അവർ കട്ടക്കുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു മേഖല ആയതുകൊണ്ട് മാത്രം ഈ മേഖലയിൽ എന്നെപ്പോലത്തെ ആൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായിരുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരുപാട് മാറി. കാരണം ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇത്തരം ക്ഷമയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏതൊരു ചെറുപ്പക്കാർക്കും ഉണ്ടാവുന്ന ചില കുരുത്തക്കേടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ കുരുത്തക്കേടൊന്നും വെച്ച് ഈ ബിസിനസ് നടക്കില്ല എന്ന് എന്റെ ലീഡേഴ്സ് ഇടയ്ക്കിടയിൽ പറഞ്ഞിരുന്നു. ഒരുപാട് ചീത്തയും കേട്ടിട്ടുണ്ട് ലൈസറൊക്കെ. കാരണം ചില എടുത്തുചാട്ടത്തിന്റെ മുകളിൽ ഞാൻ ഒരുപാട് കുരുത്തക്കേട് ചെയ്തുകൊണ്ട് തന്നെ അതിനൊക്കെ ലൈസർ വക നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ അവർ ഷേപ്പാക്കി എടുത്താണ് നമ്മളെ. അങ്ങനെ അതുകൊണ്ട് ഒരു യങ്ങസ്റ്റ് അച്ചീവർ ആയിട്ട് നിൽക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കോഴിക്കോട് വരുന്ന സമയത്ത്, കോഴിക്കോട് വൈഫ് ഹൗസിൽ താമസിക്കലാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. വൈഫ് പ്രഗ്നന്റ് ആണ്. അവൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 30,000 രൂപയാണ് കൊല്ലം കിട്ടിയിട്ടുള്ള വരുമാനം. ഫുൾ ടൈം ആയിട്ട് മൈലേജ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ആണുങ്ങളുടെ അവസ്ഥ അറിയാം, കാരണം സാമ്പത്തികം നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അത് ഓടിയേ പറ്റൂ. അങ്ങനെ കൃത്യമായി ഈ ബെല്ലിസാർ പറയുന്ന കഥ പോലെ മുയലിനെ ഓടിച്ചു. പുലി എത്ര ഓടിച്ചിട്ടും കിട്ടുന്നില്ല. അവസാനം പുലി മുയലോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ കിട്ടാതെ ചോദിച്ചപ്പോ പുലി പറഞ്ഞ ഉത്തരവുണ്ട്, നീ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഓടുന്നെങ്കിൽ ഞാൻ ജീവൻ കിട്ടാൻ ഓടുന്നു. അപ്പൊ ആ ജീവൻ കിട്ടാൻ ഓടുന്ന ആളുടെ ഓട്ടം ഒരു ഓട്ടം ചെയ്യുന്നു. ആ ഓട്ടത്തിന് 2018 ജനുവരിയിൽ ഒരു ഓട്ടം ഓടി. ആ സമയത്താണ് നിപ്പ വൈറസ് ഒക്കെ വന്ന സമയം. എന്ത് നിപ്പ ഒന്നും നോക്കിയില്ല. എന്നാൽ ഗവൺമെന്റ് പറഞ്ഞ അതേപോലെ മാസ്ക് ഇട്ട് കാര്യങ്ങൾ ചെയ്യാനല്ലാതെ ഇറങ്ങി. വൈഫ് പ്രഗ്നന്റ് ആണ്, വീട്ടുകാരെ പറഞ്ഞ പ്രഷർ പോകരുത്, വൈഫ് പ്രഗ്നന്റ് ആണ്, പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പേടിപ്പിച്ച് ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ രാവിലെ 7 മണിക്ക് രംഗത്തിറങ്ങും. രാത്രി മാക്സിമം ടൈം. സത്യം പറഞ്ഞ ഒരു വർഷത്തെ ഹാർഡ് വർക്ക്, ഒറ്റ വർഷം മൈലേജിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പറയാൻ ഞാൻ ഒറ്റ വർഷമാണ് ഹാർഡ് വർക്ക് എടുത്തത്. പിന്നെ ബാക്കി വർഷങ്ങളൊക്കെ സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്ക് നമ്മൾ ഒരു വർഷം എടുത്തിരിക്കണം. നന്നായിട്ട് ഫീൽഡിൽ ഒരു വർഷം ആവേശം കുറയാതെ പ്രവർത്തിക്കണം. അത് ഗ്യാരണ്ടി ചെയ്തേ പറ്റൂ. അത് എപ്പോ തോന്നുന്നു അപ്പൊ ചെയ്യാം. അത് എന്റെ ജീവിതത്തിൽ തോന്നിയത് ആ വർഷമാണ്. കാര്യം ആ വർഷമാണ് ഇത് ഏറ്റവും വലിയ, എനിക്ക് നേടിയേ പറ്റൂ, കിട്ടിയേ പറ്റുന്ന തീരുമാനം. കുഞ്ഞ് ജനിക്കുമ്പോഴേ കാറ് വാങ്ങും. കുഞ്ഞ് ജനിക്കുമ്പോഴേ ഒരു കാറ് വാങ്ങും. കാരണം ഞാൻ ഓൾറെഡി എന്റെ മനസ്സ് തന്നെ വലിയ മനസ്സ്. ആ സമയത്ത് ഒരു ബൈക്ക് പോലില്ലാത്ത എന്റെ അവസ്ഥകൾ ഒന്ന് ആലോചിക്കാം. ഓൾറെഡി വലിയ മനസ്സുമായിട്ട് നടക്കുകയും ചെയ്യാണ്. വീട്ടിലൊരു ബൈക്ക് പോലുമില്ല. ആ സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ ചെറുതല്ല. കാരണം നിങ്ങൾക്ക് അത് എത്രത്തോളം ആഗ്രഹം എന്നെ കേൾക്കും നിങ്ങൾക്ക് ഉണ്ട് എനിക്കറിയില്ല. നമ്മുടെ ആഗ്രഹം പവർഫുൾ ആണ്. നമ്മൾ അതിന് ഓടിപ്പോയി. ആ കാർ ആഗ്രഹം കൊണ്ട് ബൈക്ക് പോലും ഇല്ല. അവസാനം വൈഫിന്റെ ഒരു വളവിറ്റാണ് ആദ്യത്തെ ബൈക്ക്. ഒരു സെക്കൻഡ് XCD, നല്ല മൈലേജ്. പെട്രോൾ മണത്താൽ മതി മൈലേജ് ഉണ്ടാകും.
ആയിട്ടാ വണ്ടി 120cc ഒരു വണ്ടി സെക്കൻഡ് കൂടി വാങ്ങി, മൈലേജ് ഏറ്റവും കൂടിയ വണ്ടി, നിങ്ങളുടെ XCD 125 റെഡ് വണ്ടി അതുകൊണ്ട് എടുത്ത് പിന്നെ കുതിരനെ പോലെ നാട് ചുറ്റുകയാണ് അതിനെ പോകുന്നത്. അങ്ങനെ പണ്ടത്തെ നാട്ടുരാജാക്കന്മാരമായി എല്ലാവരും കിട്ടും, എല്ലാവരും ഇതേപോലെ ബൈക്കിൽ അങ്ങ് ചുറ്റടിച്ച് മാക്സിമം ടൈം വെറുതെ നിൽക്കുന്ന സമയങ്ങൾ ഒരു സെക്കൻഡ് പോലും കളയാൻ മൈലേജ്. നമുക്കൊരു സെക്കൻഡുകൾ സമയം കിട്ടി അപ്പൊ നമുക്ക് വാട്സപ്പ് നോക്കിയിട്ട് എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻ അല്ലെ, പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അച്ചീവ് നടന്നു, എവിടേക്ക് എന്തൊക്കെ നടന്നു എന്നൊക്കെ നമ്മുടെ ടീമിനെ പറ്റി എന്തറിയണമെങ്കിൽ നമ്മൾ വാട്സപ്പ് നോക്കി. എന്നാൽ ചില ആളുകളുടെ വാട്സപ്പിൽ പച്ച കത്തിങ് നിൽക്കുന്നുണ്ടാവും, ഒന്നും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ വാട്സപ്പിൽ. അത്തരം ആളുകൾക്ക് ഈ ടീം ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ടീം ഡെവലപ്പ് തീർച്ചയായും നിങ്ങൾക്ക് ആ അപ്ഡേഷൻ വേണം, നിങ്ങൾ റൈറ്റ് ടൈം ലൈക്ക് ചെയ്യണം. റൈറ്റ് എന്തൊക്കെയാണ് കറന്റ് ഷോ ബിസിനസ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ അസോസിയേറ്റ് കാണും, എത്രത്തോളം നിങ്ങൾ റോൾ മോഡലായിട്ട് മാറാൻ തയ്യാറാണ്, അല്ലെങ്കിൽ റോൾ മോഡലായി നിൽക്കുന്ന ലീഡേഴ്സിന് കോപ്പി അടിക്കണം. അപ്പൊ കൃത്യമായിട്ട് ഗ്രൂപ്പ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചില ആളുകൾ വാട്സപ്പിൽ തുറന്നു നോക്കാതെ ഓരോതിലും പച്ച അങ്ങനെ 100 എണ്ണം 200 എണ്ണം 30 എണ്ണം 40 എണ്ണം ഒക്കെ ഇങ്ങനെ പച്ച. അപ്പൊ ഞാൻ എന്റെ ഒരു സെക്കൻഡ് ഒഴിവിട്ടി അപ്പൊ ഞാൻ വാട്സപ്പ് നോക്കും, ഒറ്റ പച്ചയും കത്തരുത്, അപ്പം നോക്കിയത് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ സെക്കൻഡുകൾ നമ്മൾ എടുക്കേണ്ട പണി മൈലൈഫിലുണ്ട്, അല്ലെ മിനിറ്റുകൾ എടുക്കേണ്ട പണിയുണ്ട്. ഒരു മിനിറ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ അസോസിയേറ്റ്സിനെ വിളിച്ചിട്ട് അവരുടെ വിശേഷമൊക്കെ അറിയും. ഒരു ബിസിനസ് അല്ല, കാരണം അവരുടെ വീട്ടുകാരെ എപ്പോഴും ബന്ധങ്ങൾ ഉണ്ടാക്കണം, നമ്മുടെ ടീമുമായിട്ട് നല്ല ഒരു ഐക്യം ഉണ്ടാക്കണം. അതിന് അവരുടെ കാര്യങ്ങളും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, സുഖമല്ലേ കാര്യങ്ങൾ, ഓക്കെ ചെറുതായിട്ട് പോകുന്നില്ലേ, പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് സുഖകരം അറിയാനും. അതേപോലെ തന്നെ അവരുടെ വെറുതെ അവർക്ക് മോട്ടിവേറ്റ്, കാരണം അവരൊക്കെ ആകെ ഡൗൺ ആയി നിൽക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഒന്നും ജസ്റ്റ് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ആവേശമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഓരോ ആളുകളും നമ്മൾ തൊട്ട ടീമിലുള്ള ആളുകളെ അവർക്ക് നമ്മൾ ലീഡേഴ്സാണ്, നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് നമ്മൾ ലീഡേഴ്സാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അവരെ വിളിക്കുക, മിനിറ്റുകൾ, അതുപോലെ നമുക്ക് മണിക്കൂറുകൾ സമയമുണ്ട് അല്ലെ, ഒരു ദിവസം സമയം കിട്ടി നമുക്ക് വിസിറ്റിംഗ് നടത്തണം. ഒരു സമയം പോലും കളയാതെ ഇനാക്റ്റീവ് വിസിറ്റ് നന്നായി നടത്തണം. ശരിക്കും ടീം സെറ്റ് ആവുന്നതിന്റെ പ്രധാന ഘടകം അതാണ്. നമ്മൾ വിളിക്കാതെ ചിലപ്പോൾ വിളിക്കാതെ പോകേണ്ടി വരും. അതായത് വിളിക്കാതെ പോവാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് വലിയ വലിയ മഹാന്മാരായ ലീഡർമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വലിയ വലിയ ലീഡർമാർ പോലും ഉണ്ടായിട്ടും ഞാൻ ഇല്ല എന്ന് പറയുന്ന അവസ്ഥ. കാരണം അവർക്ക് താല്പര്യമില്ല ഈ മാർക്കറ്റിംഗ്. അവർ വന്നാൽ കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും, ഇത് കേട്ടോണ്ടിരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് നിൽക്കരുത്. മറ്റുള്ളൊരു അവസ്ഥ, നമ്മുടെ ഉദ്ദേശം മറ്റുള്ള രക്ഷപ്പെടുത്തുന്നതാണ്. എന്റെ ഉദ്ദേശം അയ്യൂബ് സാറിനെ രക്ഷപ്പെടുത്തുന്നതാണ്. അയ്യൂബ് സാറിനെ രക്ഷപ്പെടുത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും അയ്യൂബ് സാറ് എന്ത് വിചാരിക്കും, അയാൾ വിളിച്ചാൽ ഫോൺ എടുക്കുമോ, അയാൾ തിരക്കിലായിരിക്കുമോ, ആള് വീട്ടിൽ യുദ്ധ പണിയിലായിരിക്കും, ഞാൻ ചിന്തിക്കില്ല. ഞാൻ വിളിക്കും, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് ഫോൺ കട്ട് ചെയ്തത് അല്ലെ, അല്ലെങ്കിൽ തിരക്കിലാണ് അദ്ദേഹം കട്ട് ചെയ്തോണ്ട്, അല്ലെങ്കിൽ ഞാൻ തിരക്കാൻ പിന്നെ വിളിച്ചേക്കാം എന്നെടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്റെ പണി എടുക്കും, ഞാൻ മുൻവിധി പാടില്ല. അതുപോലെ ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലും, അദ്ദേഹത്തിന്റെ വീട്ടില് ബുദ്ധിമുട്ടുണ്ടോ, ആ വീട്ടുകാർക്ക് താല്പര്യമൊക്കെ ഉണ്ടോ, ഒന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ പോകും, ഞാൻ പോയതിനു ശേഷം സാഹചര്യം പോലെ ഞാൻ വരും. ചിലപ്പോൾ വീട്ടിൽ കേട്ടിട്ടുണ്ടാവില്ല, അപ്പൊ ഞാൻ പറയും കുഴപ്പമില്ല, ഞാൻ പോവാണ്, എനിക്ക് അറിഞ്ഞിട്ടുണ്ട്, ഞാൻ പോയപ്പോ ജസ്റ്റ് കയറിയേ ഉള്ളൂ, ഓക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക, മതി. അങ്ങനെ നിരന്തരം പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. നല്ല ക്ഷമ വേണം. അപ്പൊ ഇതൊക്കെ ഒരു പ്രാക്ടീസാണ്. MBA കഴിഞ്ഞ പിള്ളേര്, MBA കഴിഞ്ഞ അല്ലെ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ ബിസിനസ് പഠിച്ച ആളുകള് മാർക്കറ്റ് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തെരുവിൽ ഇറങ്ങി തന്നെ പഠിക്കണം. അയ്യോ അതൊരു മോശമല്ലേ എന്നൊന്നും വിചാരിച്ച ഒരു കാര്യമില്ല. ഇത് MBA കഴിഞ്ഞാലും ശരി അല്ലെ ABA കഴിഞ്ഞാലും ശരി, ഇതൊക്കെ മാർക്കറ്റിംഗ് പഠിക്കണം. മാർക്കറ്റ് പൈസ ഉണ്ടാക്കണം, അത് മാർക്കറ്റിംഗ് തന്നെയാണ്, കച്ചവടം തന്നെയാണ്. മടി കൂടാതെ ആ കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും മാർക്കറ്റിൽ തെരുവിൽ ഇറങ്ങിയേ പറ്റും. നമ്മളത് മടി കൂടാതെ നമ്മളൊരു കസ്റ്റമറോട് കണ്ടു നോക്കി ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നാണം തോന്നും, ചെയ്യും. ചിലപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രയാസം തോന്നും. പക്ഷെ അതൊക്കെ നിങ്ങൾ ആസ്വദിക്കണം. കാരണം ഇതൊക്കെ നാളുകൾ എക്സ്പേർട്ടായിട്ട് മാറണതാണ്. എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യുക, പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുക, കേട്ട കാര്യങ്ങൾ തന്നെ കേൾക്കുക. അപ്പോഴാണ് ഒരാൾ എക്സ്പേർട്ടായിട്ട് മാറുന്നത്. അത് ഇത് ഈ മേഖല എന്നല്ല, ഏതൊരു മേഖലയിലും ഏതൊരു വ്യക്തിയും എക്സ്പേർട്ട് ആവുന്നത് അങ്ങനെ തന്നെയാണ്. ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യുക, ആവേശം കുറയരുത്. ബിസിനസ് ആണ്, ഇൻകം കുറയും, കച്ചവടം കുറയും. ഇൻകം കുറഞ്ഞാലും കച്ചവടം കുറഞ്ഞാലും ആവേശം കുറയാതെ ഈ ബിസിനസ് കൊണ്ടുപോകാൻ ആർക്കൊക്കെ പറ്റുമോ അവരെ ഇതിൽ രക്ഷപ്പെടുള്ളൂ. ബിസിനസ് ആണ് ഇങ്ങനെ കയറി ഇറങ്ങി, ജീവിതം പോലെ കയറി ഇറങ്ങിക്കാൻ പോവുക. അപ്പൊ ആ ലെവലിലും നമുക്ക് ആവേശം കുറയാം. ആവേശം 110 ഡിഗ്രിയിൽ ഇങ്ങനെ തളച്ചു മറഞ്ഞു നിൽക്കും. അങ്ങനെ ഈ ബിസിനസ് ഒരു 5 കൊല്ലം ആർക്കൊക്കെ ഏറ്റെടുക്കാൻ പറ്റും.
അവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന കാര്യം യാതൊരു. ഇവിടെ അറിവിനും കഴിവിനും വലിയ കാര്യമൊന്നുമില്ല. ഉള്ള അറിവും ഉള്ള കഴിവും മതി. പക്ഷേ ആറ്റിറ്റ്യൂഡ് മതി. അതില്ലാതെ ഡയറക്ടർക്ക് പോകാൻ കഴിയില്ല. ആറ്റിറ്റ്യൂഡ്, കാരണം ഇവിടെ മനുഷ്യന്മാരെ നമ്മൾ നടുന്നത്. ഒരു കൃഷിപ്പണിയാണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന കൃഷിപ്പണിയാണ്, നമ്മൾ നടുന്നത് മനുഷ്യന്മാരെയാണ്. ഈ മനുഷ്യന്മാരെ നടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ മരം വെക്കുമ്പോഴല്ല, മരം വെക്കുന്നത് പോലെ അല്ലെ കൃഷി വെക്കുന്ന പോലെ എളുപ്പമുള്ള പരിപാടിയല്ല മനുഷ്യന്മാരെ നടുക എന്ന് പറഞ്ഞാൽ. മനുഷ്യന്മാരെ നടണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ സാഹചര്യം ജീവിച്ച പല ടൈപ്പ് ആളുകളാണ്. ഈ പല ടൈപ്പ് ആളുകൾ ഒന്നിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കലാപരിപാടിയുണ്ട്. ആ കലാപരിപാടി നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങി കിട്ടണമെങ്കിൽ നല്ല ക്ഷമയുള്ള, മാറാൻ തയ്യാറുള്ള ആൾക്കാർക്ക് സാധിക്കും. ഞാൻ ഇങ്ങനെ നിൽക്കൂ, ഞാൻ ഇങ്ങനെ പറയൂ, ഞാൻ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ് വടിവത്ത ആൾക്കാർക്കൊന്നും ഡയറക്ടർ ആവാൻ കഴിയില്ല. ഫ്ലെക്സിബിൾ ആവാൻ തയ്യാറാണ്. വളരെ ഫ്ലെക്സിബിൾ ആവുന്ന ആൾക്കാർക്ക് മാത്രമേ അത് പോസിബിൾ ആവൂ. ഫ്ലെക്സിബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് കിടക്കേണ്ട കാര്യം വന്നാൽ നിലത്തും കിടക്കണോ, 5 സ്റ്റാറിൽ കിടക്കേണ്ട ആവശ്യം വന്നാൽ 5 സ്റ്റാറിൽ എന്തും ചെയ്യാൻ തയ്യാറാണ് വ്യക്തിരായിട്ട്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് ദോഷം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ചില ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് വെറുപ്പാവുന്നുണ്ടോ പ്രയാസമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാതെ പെരുമാറുന്ന ആൾക്കാർക്ക് ചെയ്യരുത്. നമ്മൾ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ ഞാൻ കാരണം അവർക്ക് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വയം ബോധപൂർവ്വം ഒഴിഞ്ഞു മാറാൻ തയ്യാറാവുക. പിന്നെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ ഈ തരത്തിൽ നമ്മൾ ആളുകളെ നോക്കിക്കൊണ്ട്, ചില ആൾക്കാരുടെ മറ്റുള്ളവരുടെ അവസ്ഥ നോക്കാതെ പെരുമാറുന്ന ആൾക്കാർ, നമ്മൾ മറ്റുള്ളവരുടെ ഭാഗത്തും കൂടി ചിന്തിക്കണം. അപ്പൊ അവരെന്തെങ്കിലും നെഗറ്റീവ് പറയാൻ, പ്രയാസങ്ങൾ പറയാൻ, അവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രയാസമുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിച്ചുകൊണ്ട് സംസാരം. ഇങ്ങനെയൊക്കെ ടീമിനെ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ പല ടൈപ്പ്, ചിലപ്പോൾ ആളുകൾ ഈഗോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ട പ്രശ്നം അതാണ്. എന്റെ ചെറിയ പ്രായമാണ് അല്ലെ, ഞാൻ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ആളുകൾ ഇവൻ ഇന്നെ പഠിപ്പിക്കാൻ മാത്രമായോ എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നും. ഇവൻ ഇന്നെ പഠിപ്പിക്കാൻ മാത്രമായോ. ആ തോന്നലില്ലാതെ എങ്ങനെയോ ആളുകളെ കൊണ്ടുപോകണം. ഇപ്പൊ മുതിർന്ന ആൾക്കാരെ പഠിപ്പിക്കാൻ പ്രയാസ. എനിക്ക് ഈ കുട്ടിക്കാലത്ത് ശരിക്ക് അച്ഛൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനെ പേടിയില്ല. ആണുങ്ങളെ പേടിയില്ലാതെയാണ് ഞാൻ വളർന്നത്. അങ്ങനെ പറയാൻ കേട്ടോ. അച്ഛൻ കൂട്ടില്ലാത്തതുകൊണ്ട് അച്ഛനോട് പേടി വേറെയാണ്. എന്നാൽ അമ്മയോട് പേടി, അമ്മയുടെ ഓടി ഞാൻ കഴിച്ചില്ല. അമ്മ നല്ല വന്നാൽ ഓടി കഴിച്ചില്ലാത്തതുകൊണ്ട് ഈ അമ്മനെ വലിയ പേടിയുണ്ട്. അമ്മയുടെ രക്ഷപ്പെടാൻ എനിക്കറിയാം. പക്ഷെ അച്ഛന്മാരാണ് പേടിയാവുമല്ലോ പൊതുവെ. അപ്പൊ അമ്മ, ഞാൻ പഠിക്കാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന എന്നെ കൊണ്ടാക്കി മാമന്റെ വീട്ടിലേക്ക്. മാമനക്ക് ഭയങ്കര പേടിയും, മാമന്മാരെ എല്ലാവർക്കും പേടിയും. പക്ഷെ മാമന് മോനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഇത് മരുവനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. പക്ഷെ സ്വന്തം മോനെ ഇപ്പൊ ഞെട്ടിയോ ചെയ്യൂ, പക്ഷെ എന്നെ കൊഞ്ചിക്കാൻ ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ അമ്മ പരാജയപ്പെട്ട്. പക്ഷെ എന്തായാലും ഇങ്ങനെ അതപ്പൊ എന്റെ തോന്നില്ല. അമ്മ അങ്ങനെ പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ട്. ആ പ്രായമുള്ള ആൾക്കാരാണെ ബഹുമാനിക്കണേ, ഈ ഒരു 3 കുട്ടികൾ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ അമ്മ അങ്ങനെ കുട്ടിക്കാരുമായി പറഞ്ഞു ആ ഒരു പേടി ഉള്ളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ, ഈ പ്രായമുള്ള കുറച്ച് മുടി നരച്ച ആൾക്കാരെ കാണുമ്പോഴേക്കും ചെറിയ പേടി. അതേപോലെ തന്നെ കുറച്ച് അമ്മാവന്മാരെ പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കണ്ടോ, എന്റെ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും അവർക്ക് പ്രയാസപ്പെടും എന്നൊക്കെ തോന്നും. ആ തോന്നലുമായിട്ടാണ് ഞാൻ മൈലൈഫിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്നേക്കാൾ മുതിർന്ന ആളുകളെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നേക്കാൾ മുതിർന്ന ആളെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് മറികടന്നത് ഇവിടെ വന്നതിന് ശേഷം ആരും പ്രയാസപ്പെടുത്താതെ മറികടന്നുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ റേഞ്ച് ആളുകളെയും നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ ബിസിനസ്സിൽ പറ്റുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു മാനേജ്മെന്റ് പഠിക്കണം. മാനേജ്മെന്റും മണി മാനേജ്മെന്റും ടൈം മാനേജ്മെന്റുമാണ് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പഠിക്കുന്നത്. ഞാനൊരു കോഴ്സായിട്ടാണ് കണ്ടത്. എന്റെ കോഴ്സിൽ 3 പാഠപുസ്തകങ്ങളുണ്ട്. എനിക്ക് ലൈഫിൽ ഞാൻ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ 3 പാഠപുസ്തകങ്ങളുണ്ട്. +2 കംപ്ലീറ്റ് ചെയ്യാത്ത ഞാൻ ഈ ബിസിനസ്സിൽ 3 കൊല്ലത്തെ ഡിഗ്രി എന്ന് പറഞ്ഞ പോലെ 3 കൊല്ലം മൈലൈഫിന്റെ മതക്കമ്മിൽ പ്രവർത്തിച്ച സമയത്ത് ഞാൻ പിന്നീട് ചെയ്ത ജോലികളൊക്കെ സ്ഥാനക്കയറ്റവും പിന്നീട് ജോലി ചെയ്തത് അവസാന ഘട്ടം ഞാൻ മൈലൈഫിൽ വരുന്ന സമയത്ത് ജോലി ചെയ്തത് ഒരു MBA കാരൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ മൈ ലൈഫ് സ്റ്റൈലിന്റെ മദർ കമ്പനിയിൽ 3 കൊല്ലം പ്രാക്ടീസ് ചെയ്തത് ഒറ്റ കാരണം കൊണ്ട് അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ചിന്തിച്ചു, മൈ ലൈഫ് അങ്ങനെ 5 കൊല്ലം ഏറ്റെടുത്താൽ ഒരു തർക്കവുമില്ല, പണത്തിന് പുറമെ ഒരുപാട് അറിവുകൾ നമുക്ക് ഇതിൽ കിട്ടും, ഒരുപാട് ബന്ധങ്ങൾ കിട്ടും, നമ്മൾ ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ആവും. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 കൊല്ലം കൊണ്ട് അരക്കലും ചെയ്താൽ ലൈഫിൽ പരാജയപ്പെടാത്തൊരു വ്യക്തിയായിട്ട് മാറാൻ പറ്റുന്ന വിശ്വാസം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 5 വർഷം മുമ്പേ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്തു. അപ്പോ അത് നമ്മൾ പണത്തിന് പുറമെ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ. എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഞാൻ പറഞ്ഞ കാര്യമാണ്, 20-25 വർഷമായിട്ട് എന്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എന്റെ അച്ഛനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. കാരണം എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. എന്റെ കല്യാണം കഴിയുന്നത് 26ാമത്തെ വയസ്സ്. അപ്പൊ 26 എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ കല്യാണത്തിന് ശേഷമാണ്
എന്റെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ടത്. പക്ഷെ ഞാൻ 27 വയസ്സ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ആ എനിക്ക് 1 വയസ്സുള്ള സമയത്ത് അച്ഛൻ പോയതാണ്. 10-25 വർഷമായിട്ട് എന്നെ അച്ഛനെ മൈലേജ് സ്കെയിലിൽ വന്ന സമയം ഒറ്റ കാര്യം പഠിച്ചു. കാരണം അച്ഛനാണ്, അമ്മയാണ്. ഏറ്റവും കൂടുതൽ ദേഷ്യം അച്ഛനോടായിരുന്നു. കാരണം അച്ഛൻ നോക്കിയില്ല. കാരണം കുട്ടിക്കാരെ പോലും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അമ്മ പറയുന്നത്. നമ്മൾ നോക്കിയില്ല, നമ്മൾ കഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ചെയ്ത് പറയും. സ്വാഭാവികമായിട്ടും അമ്മയുടെ വിഷമമാണ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് കേട്ടാൽ നമ്മൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛൻ ദേഷ്യം വരും. അച്ഛൻ നമുക്ക് മുന്നിൽ വരികയില്ല. പക്ഷേ ആ 25 വർഷം അമ്മ പഠിപ്പിച്ച പാഠത്തിനേക്കാളും 3 കൊല്ലം മൈലേജിന് കിട്ടിയ പാഠം കൊണ്ട് ഒരാൾ മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ എത്രത്തോളം നിങ്ങൾ ചിന്തിച്ചു. ചെറിയ കാര്യമില്ല, ചെറിയ മാറ്റമല്ല. പക്ഷെ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും എന്റെ ആ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ പറയുന്നു. മൈ ലൈഫ് സ്റ്റൈലിൽ അങ്ങനെ ഒരാളെ മാറ്റി മറയ്ക്കാൻ പറ്റും. അത്രയും മികച്ച ട്രെയിനിങ് ആണ്. അത് ഏറ്റവും മികച്ച ആളുകളോടൊപ്പമാണ്. അല്ല, ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വേണ്ട ആറ്റിറ്റ്യൂഡാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡ് പഠിപ്പിക്കുന്ന ഒരു കമ്പനി. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറുന്നതനുസരിച്ച് നമ്മൾ വളരും. ഒരു വ്യക്തി വളരണമെങ്കിൽ പലമുള്ള മാവ് എപ്പോഴും തല കുനിക്കാറാണ് പതിവ്. എത്രത്തോളം സിമ്പിൾ ആയിട്ട് എളിമയോട് നിൽക്കാൻ പറ്റും അത്രത്തോളം ഉയരും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലെ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരുപാട് ലീഡേഴ്സ് നമുക്കറിയാം. വളർന്നു വരുന്ന ഒരുപാട് ലീഡേഴ്സിനെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ BJP സാർ അടക്കമുള്ള ലീഡേഴ്സ്, ബെല്ലി സാർ അടക്കമുള്ള ലീഡേഴ്സ്, ഇവരൊക്കെ തന്നെ വളരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വളരും തോറും അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് തല കുനിക്കാറാണ് അല്ലെ, ഫലമുള്ള മാവ് തല കുനിക്കാറാണ് പതിവ്. അപ്പം അത്രത്തോളം സിമ്പിൾ ആയിട്ട് നിൽക്കാൻ പറ്റും, അത്രത്തോളം ഉയരാൻ സാധിക്കുന്നതാണ്. അപ്പം അത്രത്തോളം നമ്മൾ പഠിക്കാനുണ്ട് ഈ ഇൻഡസ്ട്രി. ഇത് സാധാരണ ഡോക്ടർ അഭിമാനത്തിൽ നമുക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ അഡ്വക്കേറ്റ്, ഞാൻ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തോന്നും. അത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മൈലേജ് സ്റ്റൈൽ അങ്ങനെ ഒരു അഭിമാനത്തിൽ പറയാൻ പറ്റും സാർ. ഒരു തവണ ഞാൻ എന്റെ ബന്ധു വീട്ടിൽ പോയ സമയത്ത് ഒരാൾ ചോദിക്കാൻ, എന്നട അവനെ ഭയങ്കര തിരക്കാണ്, ഇയാളപ്പം ജില്ലാ കളക്ടർ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങ് ജയിച്ചില്ല. ജില്ലാ കളക്ടർ കളിയാക്കിയ സംഭവം കളിയാക്കിയത് അങ്ങനെ പല ടൈപ്പ് കളിയാക്കണ്ടല്ലേ. ഇനിയിപ്പോ നല്ലോണം പറഞ്ഞാലും കളിയാക്കിയാലിപ്പോ തോന്നുക, ദൈവം ചിത്രത്തിലായതുകൊണ്ട് ഇപ്പൊ തോന്നുക. അപ്പോ അങ്ങനെ പറയുമ്പോൾ ഞാൻ വൈഫിനോട് വൈഫിട അങ്ങനെ പറഞ്ഞ സാധാരണയാണ് ഒരു ജില്ലാ കളക്ടറെ ഫുള്ള് കളിയാക്കലാണ്. അപ്പോ ഫുള്ള് നേരെ ഫോൺ എടുത്തുങ്ങാണ്ട് അപ്പൊ തന്നെ ജില്ലാ കളക്ടറെ ശമ്പളം ഒന്ന് ചെക്ക് ചെയ്തു. എത്ര ശമ്പളം ഉണ്ട് ജില്ലാ കളക്ടർ? അത് ശമ്പളം ചെക്ക് ചെയ്തപ്പോൾ പോലും അറിയാം, ഏട്ടാ അങ്ങോട്ട് 1.5 ജില്ലാ കളക്ടറാണ്. ആ സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെയാണ്. ഒരു 1.5 ജില്ലാ കളക്ടറാണ്. പക്ഷേ ജില്ലാ കളക്ടർ ഇൻകത്തിനേക്കാളും കൂടുതൽ ഇൻകം നമുക്കുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് തിരക്കുണ്ട്, അത് സ്വാഭാവിക തിരക്കുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ ഒരാളെയും പറ്റും കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള സാധനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ചെയ്ത നേട്ടം, ഇനി ചെയ്തില്ലെങ്കിൽ ആ സാധനം അവർക്ക് വീട്ടിൽ ഉപയോഗിക്കാം, ഒരു നഷ്ടവും. ഇനി ഈ ബിസിനസ് ഏറ്റവും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ടീമിൽ ഇപ്പോൾ ഒരു 10,000 ആളുകൾ വിചാരിക്കും. എന്റെ ടീമിൽ 10,000 ആളുണ്ട്. ഈ 10,000 ആളെയും രക്ഷപ്പെടുത്താനുള്ള അറിവും കഴിവും എനിക്കുണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ എന്തുകൊണ്ട് രക്ഷപ്പെടാത്തത് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച ഫോൺ എടുക്കാത്തവരെയും നിരന്തരം മീറ്റിംഗ് വരാത്തവരെയും ഒന്നും ചെയ്യണം. അത് ഞാൻ പടച്ചോത്ത് നേരിട്ട് ഇറങ്ങി വന്നാലും ശരി സാധിക്കുന്ന കാര്യമല്ല. അത് നിങ്ങൾ തീരുമാനിക്കും. വിളിച്ച ഫോൺ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മീറ്റിംഗിന് വരാത്ത ഒരാൾക്ക് ഈ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ 100% ആളുകളെ വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അയ്യൂബ് സാർക്ക് സാധിക്കും, അല്ലെ? അയ്യൂബ് സാർക്ക് സാധിക്കും. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതെ, നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കും. കാരണം അത് കൂടെ നിൽക്കുവാണെങ്കിൽ എല്ലാവരും സെറ്റാക്കാൻ പറ്റും. അതിനുള്ള ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ലക്ഷ്യം എല്ലാവർക്കും സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരാം. അപ്പം ഒരു മാസം 1 ലക്ഷം വരുമാനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് അല്ലെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് മന്ത്ലി ഇൻകോ വീക്കിലി ഇൻകോ എല്ലാം കൂടിയായിട്ട് ഏകദേശം ആ ലെവൽ വലിയ വരുമാനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ലെവൽ വരെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പം മുബീൻ സാറൊക്കെ വാങ്ങുന്ന പോലെ 1 കോടി രൂപ വരുമാനം എങ്ങനെ വാങ്ങണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ വാങ്ങിയിട്ടില്ല. ഏതായാലും അങ്ങനെ നമ്മളെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് അസോസിയേറ്റ് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ 5 വർഷത്തെ ഒരു യാത്ര നമുക്ക് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു വർഷം സമയം കളയാതെ ടീം ഡെവലപ്പ് ചെയ്യുക. ടീം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വർഷം 5 വർഷമാണ്. അതിലൊരു വർഷം ടീം ഡെവലപ്പ് ചെയ്യുക. പക്ഷെ ടീം ഡെവലപ്മെന്റ് സമയത്ത് വർദ്ധിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നന്നായിട്ട് റീറ്റെയിലിംഗ് പ്രാക്ടീസ്. കാരണം എനിക്ക് റീറ്റെയിൽ ചെയ്യാൻ അറിയില്ല. പക്ഷെ ഭാവിയിൽ ഒരു പക്ഷേ നിങ്ങളുടെ ടീമിൽ റീറ്റെയിൽ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ വന്നാൽ അവരൊരു പ്രയാസം വന്ന് പറഞ്ഞാൽ ആ പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ പ്രയാസം നേരിടണം.
നാളുകൾ നമ്മുടെ ടീമിൽ ഒരുപാട് ആൾക്കാർ നമ്മളെക്കാൾ കഴിവുള്ള റീറ്റെയിലിംഗ് എനിക്ക് എന്നെ പോലെ സ്റ്റാൻഡേർഡ് ആൾക്കാർ റീറ്റെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊന്നും ചിന്തിക്കേണ്ട. റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബെല്ലി സാർ ട്രെയിനിങ്ങിൽ പറയുന്നുണ്ട്, ലോകത്തിന്റെ ഏറ്റവും നല്ല പ്രവൃത്തിയാണ് മാർക്കറ്റ്, അല്ലെങ്കിൽ വിൽപ്പന എന്ന് പറഞ്ഞാൽ. പുറംകടലിൽ പോയിട്ട് മീൻ പിടിച്ച് കൊണ്ടുവന്ന് ഹാർബറിൽ കൊണ്ടിട്ടത് കൊണ്ട് കാര്യമില്ല. കൊണ്ടിട്ട സാധനം ആ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ നട്ടലിന് മുകളിൽ കിടക്കുന്ന ബെല്ലി സാർ പറഞ്ഞു. അല്ലെ, നട്ടലിന് മുകളിൽ. കാരണം അവരുടെ വായിന്റെ മൂടും ഓരോ നട്ടലിന്റെ മൂടും. കാരണം അവരുടെ സംസാരം കൊണ്ടാണ് ആ പ്രത്യേക സമയത്തിനുള്ളിൽ ആ മീൻ വിറ്റ് പോയിട്ടില്ല എങ്കിൽ ഇനി ഒരാളും പുറംകടലിലേക്ക് പോയി മീൻ പിടിക്കാൻ പോകില്ല. പോയിട്ട് കാര്യമില്ല. വെറുതെ മീൻ പിടിച്ച് കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ അത് കേടായിട്ട് പോയിരുന്ന കാര്യം പ്രത്യേക സമയം വിറ്റ് ഒഴിവാക്കണ്ടേ? ആ വിൽക്കാൻ ആ വിൽപ്പനക്കാരൻ വേണ്ടേ? നമ്മളെ പോലത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് വേണ്ടേ? ആ സെയിൽസ് എക്സിക്യൂട്ടീവ് ചെറിയ ഗെയിം അല്ല അത്. ഒരു കാർ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ കുറെ കാർ ഇങ്ങനെ ഫാക്ടറി ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. ആ ഉണ്ടാക്കിയ സാധനം കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ആ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ പറ്റണം. അപ്പൊ മാർക്കറ്റിംഗ് അത് ചെറിയ കാര്യമല്ല. എല്ലാ ബിസിനസിന്റെയും പിന്നിൽ ആ മാർക്കറ്റിംഗ് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ആ ഏറ്റവും മികച്ച പ്രവൃത്തി ചെയ്യുന്ന ടീമാണ്. ഒരു കമ്പനി ഉണ്ടാക്കിയ മാനുഫാക്ചർ നിർമ്മിച്ച പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്ന മാർക്കറ്റിംഗ് ടീമാണ്. നമ്മൾ ചെറിയ ടീമല്ല. ആ അഭിമാനത്തോടു കൂടി വേണം മാർക്കറ്റിങ്ങിനെ കാണാൻ, റീറ്റെയിലിങ്ങിനെ കാണാൻ. ഒരു റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വീട് വീടാതിനെ കയറി ഇറങ്ങി റീറ്റെയിൽ ചെയ്യുന്നത്. ആ റീറ്റെയിൽ ചെയ്യുന്നതിന്റെ കഷ്ടപ്പാട് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ കമ്പനിയുടെ MD-യുടെ മകനെ പോലും ആ ലെവലിലാണ് കമ്പനി കൊണ്ടുനടക്കുന്നത്. ഒരു സമയത്ത് അദ്ദേഹത്തിന് ട്രെയിനിങ് ഉണ്ടായിരുന്നു. 1 രൂപ പോലും കൊടുക്കാൻ പാടില്ല. കമ്പനി മാനേജറിന് പോലും കമ്പനി പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ലോക്കൽ ട്രെയിനിൽ കയറി പോയിക്കൊള്ളണം. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാട് അവൻ അറിയണം എന്ന രീതിയിൽ നമ്മുടെ ഫ്യൂച്ചർ MD നിഖിൽ ചന്ദ്രൻ സാറിനെ കൊണ്ട് കമ്പനി ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെ അത് 2-3 വർഷത്തെ പ്രാക്ടീസ് പോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അറിയണം. എങ്കിലേ നാളെ കസ്റ്റമർ വന്നുകൊണ്ട് നിങ്ങളോട് പറയുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ആ ഫീൽ അറിയാൻ വേണ്ടി ഇത് സാധാരണക്കാരല്ല, ഏറ്റവും സാധാരണ സ്ത്രീകൾ വീട്ടമ്മമാർ ചെയ്യുന്നത് പോലെ ഒരു റീറ്റെയിലിംഗ് കൊടുക്കാൻ നമ്മൾ മനസ്സിൽ തയ്യാറായി വരും. റീറ്റെയിലിംഗ് ധൈര്യമായിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. എത്ര കുട്ടികളുണ്ട് നല്ല പഠനം കഴിഞ്ഞുകൊണ്ട് അവർ മാർക്കറ്റിൽ പോകുന്നു, പറയുന്നുണ്ട് എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനാണ്. എങ്ങനെയാണ് കസ്റ്റമറുടെ പെരുമാറ്റം, ഒരാളുടെ കണ്ണിലൊക്കെ കാര്യം പറയുന്നത് എങ്ങനെയാണ്, പറഞ്ഞിട്ട് ഒരാൾ കൺവിൻസ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്, പറയുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. തുടക്കക്കാരായിട്ടുള്ള റീറ്റെയിൽ ചെയ്താൽ മാത്രം പോലെ സാധാരണ പോലത്തെ ഒരു മാർക്കറ്റിംഗ് അല്ല. നമ്മൾ വെറുതെ സാധനം വിറ്റ് പോരലല്ല നമ്മുടെ പണി. സാധനം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ പേരും അഡ്രസ്സും കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവരുടെ പേരും അഡ്രസ്സും കറക്റ്റ് ചെയ്ത് എല്ലാവർക്കും ഒരു ID ക്രിയേറ്റ് ചെയ്ത് വെക്കണം. കാരണം അവർ ചിലപ്പോൾ ബിസിനസ് ചെയ്തോളൊന്നുമില്ല, പക്ഷെ അവർക്ക് ID ചുമ്മാ അടിച്ചു വെച്ചേക്കണം. ആ ID ക്രിയേറ്റ് ചെയ്ത് ആ ഐഡിയെ ഫോളോ അപ്പ് ചെയ്യാനാണ് നമ്മുടെ പണി. നമ്മുടെ ഓർഗനൈസേഷനിൽ പെട്ട കംപ്ലീറ്റ് ഐഡികളെയും ഒരു തവണയെങ്കിലും വിളിക്കുകയും ഒരു തവണയും വിസിറ്റ് ചെയ്യുകയും നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അവനവന്റെ ടീമിൽ ആരാണ് ID പോലും നമുക്ക് അറിയാത്ത ആളുകളുണ്ടാവാം. അത് ഇന്നു മുതൽ പഠിച്ചോ. ആരൊക്കെയാണ് നമ്മൾ അണ്ടറുള്ള ഐഡികൾ, ആരൊക്കെയാണ് അവരൊക്കെ മൊബൈൽ നമ്പർ എന്റെ കയ്യിലുണ്ടോ, ഇല്ലെങ്കിൽ ആ മൊബൈൽ നമ്പറൊക്കെ വിളിക്കാൻ പാകത്തിന് അറേഞ്ച് ചെയ്യണം. മൊബൈൽ സേവ് ചെയ്യും. അങ്ങനെ അറേഞ്ച് ചെയ്ത് നിരന്തരം നല്ല ഫോൺ വിളി ഫോളോ അപ്പ് നടക്കും. ഫോൺ വിളി ഫോളോ അപ്പ് വിസിറ്റിംഗുമാണ് നടക്കുന്നത്. നന്നായിട്ട് ഫോൺ വിളിക്കുന്ന ആ ഒരു ടീമിനെ വിളിക്കുന്ന ഫോളോ അപ്പ് കൃത്യമാണോ എന്ന പല ആളുകളുടെയും പ്രത്യേകത വിളി വളരെ കുറവാണ്. ഫോൺ വിളി എന്ന് പറഞ്ഞാൽ ശരിക്കും രക്തമില്ലാത്ത ശരീരം പോലെ ഉണ്ടാവും ഫോൺ വിളി ഇല്ലാത്ത ടീം. ഫോൺ വിളി കുറവാണെങ്കിൽ രക്തമില്ലാത്ത ശരീരത്തെ പോലെ ഉണ്ടാവും ആ ടീമിന്റെ അവസ്ഥ. ഒരു എനർജി ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് ഫോൺ വിളി അസോസിയേറ്റ് നന്നായിട്ട് വിളിക്കണം, നന്നായിട്ട് വിസിറ്റ് ചെയ്യണം. നിങ്ങൾ എത്ര അറിവുള്ളവരാണെങ്കിലും ശരി, ഏത് മേഖലയെ പറ്റി ഏത് മാർക്കറ്റിലേക്ക് ഇതിനേക്കാളും വലിയ പ്രൊഡക്റ്റ് വിറ്റവരാണെങ്കിലും ശരി, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് അതിൻ്റെതായ സ്വഭാവം. ആ റൂട്ടിൽ ആ ട്രാക്കിലൂടെ പോകണം. ബസ്സും അല്ലെ ട്രെയിനും രണ്ടും തിരുവനന്തപുരത്ത് പോകണ സാധനം. ഒന്ന് റോഡ് വഴിയാണ്, ഒന്ന് ട്രാക്ക് വഴിയാണ്. അത് കഴിച്ച് ബസ് എടുത്ത് നമ്മൾ ട്രാക്ക് കൊണ്ട് വെച്ചാലോ, ആ ബസ് എടുത്ത് ട്രാക്ക് കൂടി എന്താ പോയാൽ തിരുവനന്തപുരത്ത് എത്തൂലേ? ട്രെയിൻ എടുത്തിട്ട് എന്താ റോഡ് കൊണ്ടിട്ടാല് അതെന്താ ഓടൂലേ? അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, ഒന്നും പോവില്ല. ഓക്കെ, ട്രെയിൻ ട്രാക്ക് തന്നെ പോളൂ, ബസ് ആ ബസ്സിന്റെ റൂട്ട് തന്നെ പോകും. അതുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആ റൂട്ടിലേ പോകുള്ളൂ. അതുകൊണ്ട് വിജയിച്ച ലീഡേഴ്സ് പറയുന്നത് അതാളെ വലിപ്പം ചെറുപ്പം നോക്കണം. ചിലപ്പോ പെണ്ണാവാം നമ്മുടെ അപ്ലൈ, ബഹുമാനിച്ചേ പറ്റുള്ളപ്പ. അതാണ് ആറ്റിറ്റ്യൂഡ്. ഡയറക്ട് സെല്ലിങ്ങിൽ ഒരു അപ്ലൈ ലീഡർ നിശ്ചയിക്കുന്ന അവരുടെ വിദ്യാഭ്യാസം കണ്ടോ അല്ലെ ഒന്നും വെച്ചിട്ടല്ല ഒരു അപ്ലൈനെ നിശ്ചയിക്കുന്നു. അതൊക്കെ വന്ന് ചെയ്യുന്ന അപ്പൊ അവിടെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അത് നമ്മളെക്കാളും പ്രായം കുറഞ്ഞ നമ്മളെക്കാളും അറിവ് കുറഞ്ഞവരായാലും ശരി,
അത് അപ്ലൈ തന്നെയാണ്. ആ ലെവലിൽ ബഹുമാനിക്കാൻ തയ്യാറാവുക. അത് ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈനെ ബഹുമാനിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അസോസിയേറ്റിനെ ബഹുമാനിക്കാൻ പോകുന്നില്ല. ചിലപ്പോ വിജയിക്കുന്നതനുസരിച്ച് നമ്മൾ അസോസിയേറ്റിനെ ബഹുമാനിക്കുന്ന സമയം വരും. തൊട്ടടുത്ത ലീഡേഴ്സിനെ എപ്പോഴും ബഹുമാനിക്കും. അസോസിയേറ്റ് നമ്മളൊന്ന് ലീഡർ തൊട്ടടുത്ത്, ഞാൻ RTC ആണെങ്കിൽ തൊട്ടടുത്ത് STC ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ ബഹുമാനിക്കണം. അവർ നമ്മളെ തൊട്ടടുത്ത റാങ്കിലേക്ക് എത്തിയത് അവർക്ക് നമ്മളെ പോലെ കഴിവുള്ള അല്ലെ നമ്മളെക്കാളും കഴിവുള്ളവരാണെന്ന് വിശ്വസിച്ചേക്കണം. സ്വാഭാവികമായിട്ടും ആ റെസ്പെക്ട് അവർ കൊടുക്കുമ്പോൾ അവർ കൂടെ ഉണ്ടാവും, കട്ടക്കിട്ടാവും. അപ്പൊ ആ ഒരു റെസ്പെക്റ്റോട് കൂടി പരസ്പരം അപ്ലൈനും അസോസിയേറ്റും ഒക്കെ പരസ്പരം റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ഒരു ടീം മുന്നോട്ട് പോകാൻ. അപ്പൊ ആദ്യത്തെ വർഷം ടീം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രോഗ്രാം സെന്ററുകളിൽ നമ്മൾ കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്യുക. അസോസിയേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകൂ. 2 ടൈപ്പ് ആൾക്കാർ ഡയറക്റ്റ്ലി. ഒന്ന്, താറാവിനെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ. ഈ താറാവിനെ കൊണ്ടുപോയി എങ്ങനെയാ? ലീഡർ ബാക്കിൽ ഉണ്ടാവും, താറാവ് മുമ്പിലാണ്. എന്നിട്ട് താറാവിനെ തട്ടി താറാവ് അങ്ങോട്ട് കൊണ്ടേ അങ്ങോട്ട് തട്ടി അങ്ങനെ തട്ടി താറാവിനെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ദുർവിഭാഗം. അതായത് താറാവ് മുമ്പിൽ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു പോകും എന്ന് പറയുന്ന ആൾക്കാർ. എന്നാൽ ശരിക്കും അങ്ങനെയല്ല നെറ്റ്വർക്ക് ചെയ്യേണ്ടത്. ഈ ആടിനെ തോട് കടത്തുന്ന പോലെയാണ് ലീഡേഴ്സ് പറയാൻ. എങ്ങനെയാ ആടിനെ തോട് കടത്തുന്നത്? ആടിനെ തോട് കടത്തുമ്പോൾ ആടിനെ മുമ്പിൽ നിർത്തിങ്ങാണ്ട് നടക്കാടെ ഒരു ബാക്കിൽ വിട്ടിന് തള്ളുകയല്ല. ആണോ? അല്ല. എന്താ ചെയ്യുന്നത്? അത് മുന്നിൽ നിന്ന് പിടിച്ച് വലിച്ച് വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി. കാരണം അപ്പുറത്ത് നല്ല പുല്ലുണ്ടെങ്കിൽ ഒരു തോട് കടക്കണമെന്നുണ്ടെങ്കിൽ ആ തോട്ടിലേക്ക് എങ്ങനെങ്കിലും ഈ ആടിന് ഇറക്കി കിട്ടിയാൽ പിന്നെ ആട് ഇമ്മളെ കൊണ്ടുപോകും. കാരണം ഈ വെള്ളം ഭയങ്കര പ്രശ്നമാണ് ആർക്ക്? ഈ ആട്. അപ്പൊ ആട് വെള്ളത്തിൽ എങ്ങനെയോ ഒന്ന് നമ്മൾ പിടിച്ച് അതിൽ തൊടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെങ്കിലും ആ വെള്ളം തൊടാണ്ട് ചാടാനുള്ള പരിപാടി പരമാവധി ആട് നോക്കൂ. പിന്നെ ആ പുല്ലങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഓടിങ്ങാണ്ട് നമ്മളെ കൊണ്ടുപോകും പിന്നെ ആട്. അപ്പൊ അതേപോലെ ആടിന് തോട് കിടത്തുന്ന പരിപാടി ഇരിക്കണം ഡയറക്ടർ ചെയ്യുന്നത്. അല്ലാതെ താറാവിനെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ സ്പീഡ് അനുസരിച്ച് ഇങ്ങനെ പുറകിൽ തൊഴിഞ്ഞു പോകുന്ന ആൾക്കാരല്ല നമ്മൾ. അപ്പൊ നമ്മൾ മുന്നേ നടക്കുന്ന പോലെ നേതാക്കന്മാർ എപ്പോഴും മുമ്പിൽ നടക്കുക. അണികൾ അങ്ങ് വന്ന് ചേർന്നോളും, നമ്മൾ നോക്കണ്ട. അതങ്ങ് വരുമെന്ന്. നമ്മൾ റിയൽ ലീഡർ ആണോ? വരും പുറകിൽ അണികളുണ്ട്, അത് നമ്മൾ നോക്കണ്ട. പുറകിൽ അങ്ങ് വന്നോളൂ. നമ്മൾ മുമ്പിൽ നടക്കാൻ തയ്യാറാണ്. മീറ്റിംഗ് സെന്റേഴ്സിൽ അസോസിയേറ്റ് ഇല്ല, അതുകൊണ്ട് ഞാനും ഇല്ല. സാറേ, അസോസിയേറ്റ് വരണമെങ്കിൽ നിങ്ങൾ ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കണം. ഞാനിവിടെ ഉണ്ട് എന്ന് ലീഡേഴ്സിന്റെ കൂടെയോ അസോസിയേറ്റിന്റെ കൂടെയോ ഉള്ളവരെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ കാലിക്കറ്റ് GTS സെന്ററിലാണ് കേട്ടോ, ഞാൻ എന്താ പ്രോഗ്രാമിലാണ് കേട്ടോ. എന്തിനാണ് ഈ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടുന്നത്? നിങ്ങളിലേക്ക് എന്തിനാണ് ഇന്ന് അറച്ച് ഫോട്ടോ ഇടുന്നത്? ഇത് ഷോ ബിസിനസ് ആണ്. കാരണം ഞാൻ ചെയ്യുന്നുണ്ട്, ഞാനിവിടെ ഉണ്ട് എന്ന് കാണിച്ചേ പറ്റൂ ഈ ബിസിനസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഷോ ചെയ്യണം, അല്ല മുന്നേ നടക്കണം. കാരണം നമ്മൾ ഒരുപാട് ആൾക്ക് പ്രചോദനം കൊടുക്കേണ്ട ആൾക്കാരാണ് അല്ലെ. എന്റെ അച്ചീവ്മെന്റുകൾ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. എന്റെ എക്സ്പീരിയൻസ്, ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എന്റെ കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എന്റെ സ്വന്തം ടീം എന്ന രീതിയിൽ ഞാൻ എവിടെയാണെങ്കിലും സംസാരിക്കാറ്. ഒന്നും ഞാൻ മറച്ചു വെക്കാറില്ല. അങ്ങനെ മറച്ചൊക്കെ എനിക്കറിയാം. ഞാൻ ഓപ്പൺ ആണ്, ഫുൾ ഓപ്പൺ ആണ്. അത് നിങ്ങൾ എന്റെ എക്സ്പീരിയൻസ് പറയാൻ നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മള് ഈ ഓപ്പൺ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചില അസോസിയേറ്റ് അപ്ലൈ ലീഡേഴ്സ് തമ്മിലുള്ള ഒരു പ്രയാസം എന്താ വെച്ചാൽ തുറന്ന് സംസാരിക്കും. നിങ്ങൾ ഞാൻ കോർപ്പറേറ്റ് വർക്ക് ചെയ്ത് കാണാം. ആ ഒരു സ്വഭാവം ഈ ഡയറക്ട് സെല്ലിംഗിൽ പറ്റും. ഡയറക്ട് സെല്ലിംഗിൽ ഓപ്പൺ ആയിരിക്കണം. കാരണം ഇത് നമ്മളൊരു കുടുംബമാണ്. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതെ എനിക്ക് നിങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയില്ല അല്ലെ. നിങ്ങൾ എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ല, കുറ്റം പറയും അല്ലെ. അവസ്ഥ മനസ്സിലാക്കണം. അപ്പൊ എന്റെ സാഹചര്യത്തെ പറ്റി തുറന്ന് പറയാൻ തയ്യാറാവണം. ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും. നിങ്ങളെ വീട്ടിലെ പ്രയാസങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്നത്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് അപ്ലൈനോട് നിങ്ങൾ കാര്യം തുറന്ന് പറയാൻ തയ്യാറാവുന്നില്ല, എന്താ പ്രശ്നം എന്നുള്ളത്. അപ്പൊ ആ ലീഡർ പറയും, നിങ്ങളെ കുറ്റപ്പെടുത്തും. എന്താ ടൈഗർ മാഡം ഇങ്ങനെ ഉത്തരവാദിത്തം കാണിക്കും? രാവിലെ നിങ്ങൾക്ക് രാവിലെ വീട്ടിൽ നിന്ന് വരാൻ പറ്റില്ല, കാരണം എന്താ പ്രശ്നം അവിടെ? അപ്പൊ ഞാൻ പറയൂല, ആ കാര്യം ഞാൻ പറയൂല. പറഞ്ഞാൽ പോയില്ല, എനിക്ക് തോന്നാർക്കാൻ. പക്ഷെ നിങ്ങൾ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ലീഡർ നിങ്ങളെ കുറ്റപ്പെടുത്തും. നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്തുകൂടാ, നിങ്ങൾ ആക്കിക്കൂടാ എന്നൊക്കെ ചോദിക്കും. അപ്പം അവസ്ഥകൾ മനസ്സിലാക്കണം. അപ്പൊ തുറന്നു നിർത്താൻ. ഈ തുറന്നു പറയാത്ത ആളുകൾ നമ്മൾ എപ്പോഴും ഈ പ്രശ്നങ്ങളിൽ വന്നു. അപ്പൊ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത ലീഡേഴ്സും നമ്മുടെ ടീം ലീഡേഴ്സുമായിട്ട് അല്ല അസോസിയേറ്റുമായിട്ട് എപ്പോഴും നമ്മൾ അങ്ങനെ വളരെ അറ്റാച്ച്മെന്റ് നിൽക്കുക. തീർച്ചയായിട്ടും ടീം നമ്മളോടൊപ്പം ഉണ്ടാവും. അങ്ങനെ ഒരു മികച്ച ടീമിനെ കൂട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഒന്നാം പ്രാവശ്യം ടീം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട. റിസൾട്ട് ചെയ്താൽ മാത്രം പോരാ. ആ റിസൾട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പേരും അഡ്രസ്സും കറക്റ്റ് ചെയ്യുന്ന പണി, റെക്കോർഡ്സ്. നമ്മൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും അവസാനം സാധനം വാങ്ങി ബില്ലടിക്കുമ്പോൾ ചോദിക്കും മൊബൈൽ നമ്പർ ചോദിക്കാം. എന്തിനാ മൊബൈൽ നമ്പർ?
അവർ നേരെ മൊബൈൽ നമ്പർ ഒക്കെ കണ്ടു. ഇന്നലെ ഞാൻ സ്റ്റുഡിയോ എന്നുള്ള ഷോപ്പിൽ പോയി സമയത്ത് സാധനം വാങ്ങിയ സമയത്ത് അവർ ചോദിച്ചു മൊബൈൽ നമ്പർ എത്രയാണ്, അപ്പൊ ബില്ല് നിങ്ങളുടെ മെസ്സേജ് വരും. എന്തിനാണ്? ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാൻ, ഓഫർ ഉണ്ട് കേട്ടോ എന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ആ മൊബൈൽ നമ്പർ വാങ്ങി. അങ്ങനെ അവര് പോലും കാലം മാറി നമ്മളിവിടെ സാധനം വിറ്റ് പഴയ പൈസ ടൈപ്പില് സാധനം വിൽക്കുക, പൈസ വാങ്ങി പോരുക. എന്റെ ഐഡി എന്ത്, ഡീറ്റെയിൽസ് എന്ത്, പേര് എന്ത്, അഡ്രസ്സ് എല്ലാരും എല്ലായിട്ട് പറയുന്നത് അങ്ങനത്തോലും ഉണ്ട്. അപ്പൊ ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മൾ സാധാരണ കച്ചവടക്കാരെല്ലാം ഡയറക്ടർലെസ് ആണ്. നമ്മൾ പുറത്തു കൊടുത്താൽ അഡ്രസ്സ് വാങ്ങിക്കൊള്ളണം. ചിലപ്പോൾ പുറത്തു കൊടുത്തു, നിങ്ങൾ അഡ്രസ്സ് വാങ്ങിയില്ല എന്ന് വിചാരിക്കാം. പുറത്തു കൊടുത്തു, അഡ്രസ്സ് വാങ്ങിയില്ല. സംഭവിക്കാൻ പോണ കാര്യം വേറൊന്നുമല്ല. ആളാ പുറത്ത് ഉപയോഗിക്കൂ, ആളാ മനസ്സിലേക്ക് അത് പതിപ്പിക്കൂ. നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടു. കുറച്ച് കഴിയുന്ന സമയത്ത് അപ്പുറത്തൂടെ വേറൊരു ഡയറക്ടറിൽ പോകും, അവരോട് പറഞ്ഞു നോക്കൂ, അവരുടെ ബന്ധുവാണ്. അവർ പറഞ്ഞ സമയത്ത് ഈ സാധനം പണ്ട് എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു റഹ്മാൻ ഖാൻ തന്നിരുന്നു, എന്താ പറയാട്ടോ, അല്ലെ ഉണ്ണികൃഷ്ണൻ തന്നു, അല്ലെ ശ്യാമള ചേച്ചി തന്നിരുന്നു, അവർ തന്നിരുന്നു. പക്ഷെ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നും. അപ്പൊ ഇവരെ ടീമിലേക്ക് പോകും. അപ്പൊ ഇവരെ ടീമിൽ ഇവരെ ഐഡി എടുത്തു കൊടുത്തു, DP പ്രസിദ്ധ എടുത്തു കൊടുത്തു, ഇങ്ങനെ പോകും. അതുകൊണ്ട് എന്തിനാ ഈ മണ്ടത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആളുകൾ കുറച്ചു കൊടുത്തു, ഒരു സോപ്പ് കൊടുത്താലും വേണ്ടില്ല, അവരെ പേരും അഡ്രസ്സും വാങ്ങി അങ്ങ് അടിച്ചു വെക്കാൻ വലിയ ചെലവൊന്നുമില്ലല്ലോ. ഇനി ആ ഐഡി ആര് കട്ടായിക്കോളും? കമ്പനി കട്ടായിക്കോളും, ഒരു വർക്ക് ചെയ്തില്ലെങ്കിൽ. അത് നമ്മുടെ പണിയല്ല, നമുക്ക് അങ്ങനത്തെ ഒരു പണിയുമില്ല. നമ്മളെ ഐഡിയൊക്കെ ട്രീ ഒക്കെ ക്ലിയർ ആക്കി അടിച്ചാൽ വൃത്തിയാക്കി തരാൻ കമ്പനി ഉണ്ട്. ഒരു കമ്പനി വൃത്തിയാക്കി തന്നോളൂ. ഓരോ കൊല്ലം കഴിയുമ്പോൾ ഒന്നും ചെയ്യാതെ വെറുതെ പഴെടുക്കാണ്ട് വെറുതെ കെട്ടിക്കിടക്കുന്ന ഐഡിയ ഒന്നും അങ്ങനെ കെട്ടിക്കിടക്കുന്നില്ല. അത് ഒറ്റ കൊല്ലോ കമ്പനി അങ്ങ് കട്ട് ചെയ്യും. അല്ലേ? അല്ലെ? ജനങ്ങൾ പറയുമ്പോൾ തെറ്റിദ്ധരിക്കണം കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. കാരണം ഒരു പർച്ചേസ് ഒന്നും ചെയ്യാത്ത ഐഡികളാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പർച്ചേസ് ചെയ്യാത്ത ഭീഷണി തുറന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇല്ല, ഐഡി കട്ടായി പോകും. ഒരു വർഷം നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്യാത്ത ഐഡി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഐഡി അടിച്ചു ഒരു കൊല്ലമായിട്ട് ഒന്നും വാങ്ങുന്നില്ല, ഒരു 500 രൂപയുടെ സാധനം പോലും വാങ്ങിയിട്ടില്ല, 1000 സാധനം പോലും വാങ്ങിയിട്ടില്ല, നിങ്ങൾ ഐഡി പോയി. അത് നമ്മുടെ സെക്കൻഡ് ഐഡിയും ശരി, നമ്മുടെ തേർഡ് ഐഡിയും ശരി, നമ്മുടെ മെയിൻ ഐഡിയും ശരി പോയി പോകും. അപ്പൊ അതുകൊണ്ട് ആ മന്ത്ലി അല്ലെങ്കിൽ വർഷത്തിൽ ആ പർച്ചേസിംഗ് ഒക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഉറപ്പുവരുന്നു. അപ്പോ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്നാം ഘട്ടം ടീം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം അതിന് രജിസ്റ്റർ ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ടീം ലീഡേഴ്സ് പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ ഒരുപാട് അബദ്ധങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ലീഡേഴ്സ് പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, ടീമിനെ പഠിപ്പിക്കാം. അവിടെയാണ് കാര്യം. അതായത് ആദ്യത്തെ ഒരു വർഷം ടീം ഉണ്ടാക്കാൻ പോകുമ്പോ ഇപ്പൊ നിങ്ങൾ തോന്നുന്നു എന്തിനാണ് ടീമില്ലാണ് ഞാൻ മീറ്റിംഗ് പോകുന്നത്? ടീമില്ലാണ് ഞാൻ മീറ്റിംഗിന് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അർത്ഥം പറഞ്ഞു, ഞങ്ങളുടെ ഉത്തരം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഇന്ന് ബിജു സാർ ആയാലും ഞാനായാലും ഇനി അയ്യൂബ് സാർ ആയാലും ഇനി ഉമർ സാർ ആയാലും ആരായാലും നമ്മളൊക്കെ ടീമിലെ 90% നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നുമല്ല. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആരൊക്കെയോ ആണ് നമ്മുടെ ടീം ലീഡേഴ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത് എവിടുന്ന് വന്നവര്? അവരെവിടുന്നാ വന്നേ? പ്രതീക്ഷിച്ച ആൾക്കാർ വന്നില്ല, പ്രതീക്ഷിക്കാത്ത ആരൊക്കെയോ വന്നു, ഇവിടുന്ന് വന്നു. ഇതാണ് അത്ഭുതം. അപ്പൊ അത് സംഭവിക്കണമെങ്കിൽ ടീം ഉണ്ടെങ്കിലേ ഞാൻ വരൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാര്യം നമ്മളങ്ങ് ചെല്ലുക, ടീമൊക്കെ അങ്ങ് ചെയ്ത് ഓട്ടോമാറ്റിക് ചേരും. ആ ടീം ഉണ്ടാകുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്കിൽ ഫോക്കസ് ചെയ്ത ആ ടീം ഓട്ടോമാറ്റിക് എന്ത് ഫോക്കസ് ചെയ്യണം? നിങ്ങൾ റാങ്കിൽ ഫോക്കസ് ചെയ്യണം. നിങ്ങളിപ്പോ ബ്രോൺസ് ആണോ, സിൽവർ, വേറെ ഒന്നും നിങ്ങൾ കാണരുത്. ആ സിൽവർ ആവാൻ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുക. നിങ്ങളിപ്പോ സിൽവർ ആണോ, സ്റ്റാർ, വേറെ ഒന്നും കാണരുത്. നിങ്ങളിപ്പോ സ്റ്റാർ ആണോ, സ്റ്റാർ, റൂബി മാത്രം കാണും, വേറെ ഒന്നും കാണരുത്. നിങ്ങൾ തൊട്ടടുത്ത ആ റാങ്ക് മാത്രം ലക്ഷ്യം വെക്കുക. ഇപ്പൊ നിങ്ങൾ എന്നെ കളിയാക്കിയാൽ ശരി, കുറ്റപ്പെടുത്തിയാൽ ശരി, നിങ്ങൾ എന്തോ ഞാൻ ഒന്നും കാണില്ല, എനിക്ക് CTC ആവണം, വേറെ വർത്താനമില്ല. വേറെ ഒരു വർത്താനം, എനിക്ക് CTC ആയേ പറ്റുള്ളൂ. ആ CTC ആവാൻ ഞാനെന്ത് ചെയ്യണോ അത് ചെയ്ത് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതൊന്നും ഞാൻ നോക്കാറില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ ബോണസ്. സുബി സാർ എന്തോ ചെയ്തിരുന്നുണ്ട്, അത് ബോണസ്. ബെല്ലി സാർ എന്തോ തീർന്നുണ്ട്, അത് ബോണസ്. തന്നില്ലേ, അത് ഒറ്റയ്ക്ക് ചെയ്തു. എന്റെ ജീവിതം അങ്ങനെ തന്നെ അവിടെ അച്ഛൻ നോക്കാനുണ്ട്, നോക്കാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കാറില്ല. പക്ഷെ നമ്മൾ പഠിച്ച ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അച്ഛനുള്ളതുകൊണ്ട് കറണ്ട് ബില്ല് അച്ഛൻ നോക്കും, കല്യാണത്തിന് പോലെ അത് അച്ഛൻ നോക്കും, അല്ല വാപ്പ നോക്കും. അങ്ങനെ ചിന്തിച്ചവരാണ് നമ്മളെങ്കിൽ അപ്പൊ അതേ സ്വഭാവം നമ്മൾ എവിടെയും കാണിക്കും, നമ്മൾ ബിസിനസ്സിലും കാണിക്കും. അതിന്റെ അപ്ലൈ നോക്കിയിരിക്കും. ഒരു കാരണവശാലും ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡിൽ ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ കഴിവനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതേ സ്വന്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കൂ. അപ്പോ ടീം ഡെവലപ്മെന്റ്, ടീമിനെ പഠിപ്പിക്കാനുള്ള ആ സംവിധാനം, ആ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ നിരന്തരം നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിൽ പോകണം. അതുപോലെ നിങ്ങൾ ചില ആൾ പറയും, സാറേ റിട്രീവ് നടക്കുന്നത്, സാറേ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് റിട്രീവ് നടക്കാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താത്തത്? നമുക്ക് ഇതൊന്നും ചെയ്യാൻ, ആളുകളെ കൺവിൻസ് ചെയ്യാനുള്ള പോയിന്റുകൾ നമ്മുടെ മൈൻഡിലില്ല. ഒരാളെ കൺവിൻസ് ചെയ്യണ്ടേ? അവർ നോ പറയുമ്പോൾ ആ യെസ് ആക്കണ്ടേ? ആ യെസ് ആക്കണമെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ആക്കണ്ടേ?
ആ ഇൻട്രസ്റ്റ് ആക്കണമെങ്കിൽ പറയേണ്ട പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലില്ല. ആ മനസ്സിലില്ലാത്തതിന്റെ കാരണം നിങ്ങളുടെ മീറ്റിംഗിന്റെ എണ്ണക്കുറവാണ്, നിങ്ങളുടെ പ്രോഗ്രാമിന്റെ എണ്ണക്കുറവാണ്. നിങ്ങൾ ഒരു മീറ്റിംഗ് മിസ്സാക്കിയാൽ ഉറപ്പിച്ചോ 6 മാസം നിങ്ങളുടെ ബിസിനസ് വേഗത പിറകോട്ട്. 6 മാസം പിറകോട്ട് നിങ്ങളുടെ വേഗത. അതായത് നിങ്ങൾ ഒരൊറ്റ മീറ്റിംഗ് മിസ്സാക്കി. അപ്പൊ ഒറ്റ മീറ്റിംഗ് പോലും മിസ്സാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാലുള്ള ഗുണം, ഒറ്റ മീറ്റിംഗ് പോലും മിസ്സാക്കാതെ മുന്നോട്ട് പോയാലുള്ള ഗുണം, നിങ്ങൾക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാനുള്ള കുറെ പോയിന്റുകൾ തലയിൽ കുടുങ്ങിക്കിടക്കും. ഇപ്പൊ എത്ര ആൾക്കാർ പറയാറുണ്ട്, ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ഡയലോഗാണ്, ഇപ്പൊ ആക്കാം നോക്കാം, അപ്പൊ യെസ് പറഞ്ഞു. പക്ഷെ ആ ഒരു പോയിന്റ് നമ്മൾ പറയുമ്പോൾ കുറെ ആളെ മൈൻഡിൽ ആ പോയിന്റ് ഉണ്ട്. അത് ആ മീറ്റിംഗ് വന്നാലേ കിട്ടുള്ളൂ, അല്ലെ? അപ്പൊ ഞാൻ ആ മീറ്റിംഗിൽ വന്ന സമയത്ത്, അത് പറഞ്ഞ സമയത്ത് കുറെ ആളുടെ മൈൻഡിൽ ആക്കാൻ നോക്കാം ഏർപ്പാട് യെസ് പറഞ്ഞു, ഒരു പണി തുടങ്ങിയാൽ അവസാനം കണ്ടേ നിർത്താവുള്ളൂ. അങ്ങനെ ഞാൻ കുറെ പോയിന്റ് ഞാൻ പറയാം. അപ്പൊ ഇതേപോലെ ഓരോ ലീഡേഴ്സ് ഓരോ സ്റ്റൈലിൽ പറയും. വലിയ ചിലപ്പോൾ കഥ വെച്ച് പറയും, ആ കഥ മറ്റൊരു മനസ്സിലുണ്ടാവും. ഞാൻ കോട്ടായിട്ടാണ് പറയാറ്, അവർ കഥയായിട്ടാണ് പറയാറ്. ഓരോരുത്തർക്ക് ഓരോ പ്രത്യേകതകളാണ്, അല്ലെ? അപ്പൊ ആ ഓരോ ലീഡേഴ്സും ഓരോ രീതിയിലാണ്. പക്ഷെ അവർ പറയുന്ന പോയിന്റ് നമ്മുടെ അമ്പ് തറച്ച് കീറുന്നതോടെ നമ്മുടെ മൈൻഡിലേക്ക് കയറണമെങ്കിൽ നമ്മളെ പ്രോഗ്രാം സെന്റർ ഉണ്ടാവണം. അതിന് അസോസിയേറ്റ് വേണ്ട, അസോസിയേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ മീറ്റിംഗിൽ ഉണ്ടാവണം. അങ്ങനെ മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് നാളുകളിൽ ആളുകളെ കൺവിൻസ് ചെയ്യാനും ടീമിനെ കൂട്ടിപ്പിടിക്കാനും ഒരു പ്രശ്നം ടീമിൽ ഉണ്ടാകുമ്പോൾ ആ കരകയറ്റാനൊക്കെ പറ്റും. ചിലപ്പം വൻ പ്രശ്നം വരും ബിസിനസ്സിൽ. ആ പ്രശ്നം കൊണ്ട് ടീം മൊത്തം കുത്തിപ്പോവും, താഴെ പോവും. ആ താഴെ പോകുമ്പോൾ അതിനെ പിടിച്ച് കയറ്റാൻ കഴിയണം. കയറ്റാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ കുറെ തമ്പ് തുളച്ചു കയറിയ പോലെ കുറെ പോയിന്റ് കിടന്നാൽ ആ ഏത് ചതുപ്പിൽ വീണ ടീമിനെയും ഇടിച്ച് പൊന്തിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അപ്പൊ നിരന്തരം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക്, അപ്പം ഒന്നാമത്തെ നമ്മൾ ടീമിനെ പഠിപ്പിക്കുന്ന സമയം, ആ പഠിപ്പിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള 5-8 കാര്യങ്ങൾ പഠിച്ചാൽ ഒരു അപ്ലൈനോടെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പ്രധാനമായിട്ടും ഈ ബിസിനസ്സിന് വേണ്ട ശീലങ്ങളാണ് നമ്മൾ ABCD എന്ന് പറയും. ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, കമ്മിറ്റ്മെന്റ്, ഡ്യൂപ്ലിക്കേഷൻ. ശീലങ്ങൾ ABCD. ഈ ABCD ശീലം എപ്പോഴും മനസ്സിലുണ്ടാവണം. നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, നിങ്ങൾക്ക് വിശ്വാസം കുറവാണ്, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ലീഡർ അല്ല എങ്കിൽ ഈ കാര്യം നിരന്തരം മറ്റവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ കാര്യം കേട്ടോണ്ട് കാര്യമില്ല, ഒരാൾ പറഞ്ഞതിന് കേട്ടോണ്ട് കാര്യമില്ല, ഇത് മറ്റൊരു പഠിപ്പിക്കുക. എന്താണ് ABCD? അത് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ബോധ മനസ്സിൽ സെറ്റാവും. ഞാൻ അങ്ങനെയാണ് എന്റെ ABCD ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, എന്റെ വിശ്വാസം ശരിയല്ല, എനിക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരാൾ പറഞ്ഞ അനുസരിക്കാൻ സ്വഭാവം എനിക്കില്ല, ഞാൻ ഒരാൾ പറഞ്ഞാൽ കേൾക്കൂല. ഈ സ്വഭാവം ഇല്ലാത്തവർ ഈ പണി നടക്കൂല. അത് നടത്താൻ വേണ്ടി ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഈ ABCD മറ്റവരെ പഠിപ്പിക്കും. അയ്യൂബ് സാറിനെ പഠിപ്പിക്കും. അയ്യൂബ് സാറെ A എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡാണ്, B എന്ന് പറഞ്ഞ ബിലീഫാണ്, C എന്ന് പറഞ്ഞ കമ്മിറ്റ്മെന്റ് ആണ്. ഞാൻ എന്തിനാ അയ്യൂബ് സാറെ പഠിപ്പിക്കുന്നത്? ചിലപ്പോൾ അയ്യൂബ് സാർക്ക് ഇന്നേക്കാണ് നല്ല ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണ്, ആൾ ഇന്നേക്കാണ് നല്ല ബിലീഫാ, അയാൾക്ക് ഇന്നേക്കാണ് നല്ല കമ്മിറ്റ്മെന്റാ, ആൾ ഇന്നേക്കാൾ നല്ല കോപ്പി, നല്ല ഒരാൾ പറഞ്ഞനുസരിച്ച് സ്വഭാവമുള്ളതാണ്. പക്ഷെ എനിക്ക് തീരെയല്ല. പക്ഷെ എനിക്ക് തീരെ ഇല്ലെങ്കിൽ ഞാൻ അയ്യൂബ് സാറിനെ പഠിപ്പിക്കുമ്പോൾ എന്റെ ബോധ മനസ്സിലാ കേൾക്കുന്ന അയ്യൂബ് സാറിനേക്കാൾ പവർ പറയുന്ന ഭവനേഷിനാ. ഈ ABCD പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കേൾക്കുന്ന അയ്യൂബ് സാറിനേക്കാളും പവർ പറയുന്ന എനിക്ക് തന്നെ, ഞാൻ തന്നെ കേൾക്കുന്നത് പറയും. അപ്പൊ ശരിക്കും നമ്മളോട് പറയും. നമ്മൾ ട്രെയിനർ ആകുന്ന സമയത്ത് നമ്മളോടാ പറയുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോവപ്പാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയാൻ പഠിക്കുക, നന്നായിട്ട് പറയുക. അതുകൊണ്ട് ഉടനെ നിങ്ങളുടെ മൈൻഡ് സെറ്റായി. അപ്പോ ABCD രണ്ടാമത്തെ കാര്യം, ഒരാളോട് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പഠിക്കണം, സാധനം വിൽക്കാൻ പഠിക്കണം. എങ്ങനെയാണ് സാധനം വിൽക്കാൻ? സോപ്പ് വിൽക്കുമ്പോഴല്ലോ 95 വിൽക്കുക, ആണോ? സോപ്പ് വിൽക്കുമ്പോൾ എളുപ്പമാണോ 95 വിൽക്കാൻ? അല്ല. 95 വിൽക്കുമ്പോഴാണോ കാലപ്രാവശ്യം വിൽക്കുക? അല്ല. എങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റും വിൽക്കുക? നിങ്ങൾ എല്ലാ പ്രൊഡക്റ്റും വിറ്റോ? 95 വിറ്റോ? കവചപ്രാവശ്യം വിറ്റോ? സ്വയം ചിന്തിച്ച് നോക്കിയേ. ഇല്ലെങ്കിൽ വിൽക്കാൻ അറിയില്ല. അപ്പൊ ആ വിൽപ്പന പഠിക്കണം. എങ്ങനെയാണ്? ആ ട്രെയിനിങ് കേട്ടോണ്ട് കാര്യമില്ല, പ്രൊഡക്റ്റ് ട്രെയിനിങ് കേട്ടോണ്ട് കാര്യമില്ല, അല്ലെ? ഇത് ഇൻഗ്രീഡിയൻസ് പഠിച്ചോണ്ട് കാര്യമില്ല. സാധനം വിൽക്കാൻ പഠിക്കണം. അത് പറയാം, എനിക്ക് എല്ലാത്തിനും ഇൻഗ്രീഡിയൻസോ പ്രൊഡക്റ്റിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, പക്ഷേ വിൽക്കാൻ അറിയാം. 95 കുറിച്ച് പറയുന്ന സമയത്ത് ബ്ലാക്ക്ബെറി, എൽഡൻബെറി, അക്കായ്ബെറി, ബ്ലൂബെറി എന്ന് പറഞ്ഞ കുറച്ച് ബെറിപ്പഴങ്ങളെ, അല്ലെ, ബെറിപ്പഴങ്ങളുടെ അവർ മനസ്സിലാവുന്ന കുറച്ച് ബെറിപ്പഴം പറഞ്ഞു കൊടുക്കാം. അതുപോലെ അതിന്റെ ഏത് ടൈപ്പിലാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ അല്ലെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അതേപോലെ തന്നെ കവചപ്രാശത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം, കവചപ്രാശത്തിൽ കുങ്കുമപ്പൂ, അമുക്കുരും, ബ്രഹ്മി പോലത്തെ 40 ഔഷധം. ഈ 40 പറയാൻ പോയാൽ കസ്റ്റമർ കേൾക്കാൻ നിൽക്കില്ല. അപ്പൊ നമുക്കത് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം. അപ്പം എങ്ങനെ വേണമെങ്കിൽ അത് നിങ്ങൾ ഐഡിയ പരമായിട്ട് നിങ്ങളെ കോൺഫിഡൻസ് പോലെ സാധനം കൊടുക്കാൻ പറ്റും. എപ്പോഴും സെയിൽസ് ക്ലോസ് ആണ് നമ്മളുടെ ഒരു കോൺഫിഡൻസ് അനുസരിച്ചാണ്. നമ്മുടെ കണ്ണിൽ തിളക്കം പോലെയാണ് സെയിൽസ് ക്ലോസ് ആവുന്നത്. നമ്മൾ കോൺഫിഡൻസ് ധൈര്യമായിട്ട് നമ്മൾ പറയണം. ഇപ്പൊ ഞാനും താഹിറ മേഡവും വർക്കിനും, താഹിറ മേഡത്തിന് ബന്ധുവിനെയാണ് കാണാൻ ഞങ്ങൾ പോകണം. ഞാനാണ് ലീഡർ. ഇപ്പൊ ഞാൻ പ്ലാൻ പറഞ്ഞു, താഹിറ മേഡം അവിടെ ഇരുന്നു, എല്ലാം കേട്ടാൽ താഹിറ മേഡം ഒക്കെ ലീഡർ നോക്കിക്കോളൂ, ഒന്നും മിണ്ടാണ്ടിരുന്നിട്ട് സെയിൽ ഒന്നും നോക്കാൻ. ആ താഹിറോടും പറയണം, ധൈര്യം ഞാനുണ്ട്, ധൈര്യം എടുത്തോളൂ, ഇപ്പൊ ഒരു ടീം അടിക്കും.
ഉഷാറാണ്, ഒരു കുഴപ്പം നഷ്ടമൊന്നുമില്ല. ഞാൻ എടുത്തില്ല, ഞാൻ ഇപ്പൊ 3 ഐഡി ആക്ടിവേഷൻ ഞാൻ ബിസിനസ് കിടക്കും, ഞാൻ ഹോം ഷോപ്പ് എടുത്താൽ ഞാൻ കിടക്കും 25 അല്ല 50 ധൈര്യം എടുത്തു. അപ്പൊ ആ കോൺഫിഡൻസ് ആണ് ഞാൻ അരമണിക്കൂറത്തെ ക്ലാസ്സിനേക്കാൾ പവർ. ഞാൻ അരമണിക്കൂറത്തെ ക്ലാസ്സിനേക്കാളും പവർ എന്റെ ആരെ വർക്കിനാണോ ഞാൻ പോകുന്ന ആ വർക്കിന് പോകുന്ന ആള് പാസ് ചെയ്യുന്ന കോൺഫിഡൻസ് ആണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, രണ്ടാമത്തെ കാര്യം പ്രൊഡക്റ്റ് വിൽക്കാൻ. മൂന്നാമത്തെ കാര്യം പ്ലാൻ പ്രസന്റേഷൻ. പ്ലാൻ പ്രസന്റേഷൻ ഒരാൾക്ക് സ്വന്തമായിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ പഠിക്കണം. അതായത് സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ സമയം നമുക്ക് 7 മണി വരെയാണെന്ന് എനിക്ക് തോന്നുന്നു, 7 മണി കഴിഞ്ഞിട്ടുണ്ട്, എന്റെ സമയം കഴിഞ്ഞു. ഓക്കെ, എന്തായാലും ആ പ്ലാൻ പ്രസന്റേഷൻ ആണ് മൂന്നാമത് പഠിക്കുന്നത്. നാലാമത് പഠിക്കുന്നത് റാങ്ക് ആണ്. റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷ്യം, ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷ്യത്തെ കുറിച്ചാണ്. 4 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടത്. 5ാമത്തെ കാര്യമാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം, നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ പഠിക്കണം. അടുത്ത പോയിന്റ് ആണ് നമ്മൾ ഐഡി അടിക്കാൻ, സ്വന്തമായിട്ട് ഐഡി ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അടുത്തതാണ് മെയിൽ അയക്കാൻ, ഐഡി ചെക്ക് ചെയ്യാൻ, മറ്റുള്ളവരുടെ ഐഡി പരിശോധിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം. ഒരു 8 കാര്യം ഒന്നുകൂടി പറയാം. ABCD ആണ്, ശീലമാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പഠിക്കണം. പിന്നത്തെ കാര്യം പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പഠിക്കണം. പിന്നത്തെ കാര്യം റാങ്ക് നമ്മൾ കൃത്യമായിട്ട് ഒരു ITC ബെല്ലിസാർ റാങ്ക് വരെ കാണാതെ പഠിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ പഠിക്കണം. അതേപോലെ തന്നെ ഐഡി ചെക്ക് ചെയ്യുക, ഐഡി അടിക്കുക, ദെൻ മെയിൽ അയക്കുക. അങ്ങനെ 8 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ലീഡർ ആവശ്യമില്ല, ഇൻഡിപെൻഡന്റ് ലീഡർഷിപ്പിലേക്ക് നമുക്ക് ഓരോരുത്തർ മാറാൻ പറ്റും. അങ്ങനെ എല്ലാവരും കൂടി ഇൻഡിപെൻഡന്റ് ലീഡറായിട്ട് നാളുകളിൽ നമ്മളെക്കാളൊക്കെ ശക്തരായിട്ടുള്ള ലീഡേഴ്സ് ആയിട്ട് മാറട്ടെ. അഭിമാനത്തോടു കൂടി പറയാണ്. കാരണം ചരത്തിലെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു പ്രത്യേകത. കാരണം അസോസിയേറ്റ് നമ്മളെക്കാളും ഉഷാറായി കഴിഞ്ഞാൽ അഭിമാനിക്കുന്ന ഒരേ ഒരു മേഖല. ഒരു അസൂയം ഇവിടെ ഇല്ല. കാരണം എന്തുകൊണ്ടാ? അസോസിയേറ്റ് നമ്മളെക്കാളും ഉഷാറാവുമ്പോഴാണ് നമ്മൾ കൂടുതൽ വളരുന്നത്. ശരിയല്ല, നമ്മൾ കൂടുതൽ ആൾക്കാർ വളരുമ്പോഴാണ് നമ്മൾ കൂടുതൽ വളരുന്നത്, അല്ലെ? ഇപ്പൊ ബെല്ലിസാർ വിചാരിക്കുക, 15 സാർ ഇപ്പൊ എന്നെക്കാൾ ഉഷാറായിട്ട് സംസാരിക്കുന്നു. ഇനിയിപ്പൊ അയ്യൂബ് സാർ നമ്മളെക്കാൾ പെർഫോം ആവുന്നു, ബെല്ലി സാർ നമ്മളെക്കാൾ സോറി മുഹമ്മദ് സാർ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ? അപ്പൊ എന്ത് ഒരാൾക്കും ഒരു അസൂയം വരില്ല. അത് സന്തോഷം വരുള്ളൂ. ബെല്ലി സാർ സംബന്ധിച്ച് സന്തോഷം വരിക, ബിജുബിക്ക് സാർ സംബന്ധിച്ച് സന്തോഷം വരിക, അല്ലെ? എല്ലാവർക്കും സന്തോഷമായിരിക്കും വരിക. കാരണം എന്താ, അവർ ഇവിടെ നമുക്ക് മെച്ചമുള്ള കാര്യമല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ഏറ്റവും മികച്ച ഒരാളും ചവിട്ടാനല്ല ഇവിടെ, ഒരാളും ഇവിടെ തളർത്താൻ നിൽക്കൂല ഇവിടെ ആരും, അല്ലെ? വേറൊരു ഏതൊരു മേഖല തളർത്തും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഇതിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കുക. അപ്പൊ എല്ലാവർക്കും ഇനിയും ഒരുപാട് സംസാരിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ബോധപൂർവ്വം നിർത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്. ആയുസ്സും ആരോഗ്യ ബുദ്ധിയും ശക്തിയൊക്കെ സർവശക്തനായ ഈശ്വരൻ എല്ലാവർക്കും ശരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.